നമസ്കാരം, എല്ലാവർക്കും അലിഗ്രോ മാത്തിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ട്രിഗണോമെട്രി എന്ന് പറയുന്ന ടോപ്പിക്കിന്റെ മൂന്നാമത്തെ പാർട്ടാണ്. നമ്മൾ ഒന്നാമത്തെ പാർട്ടും രണ്ടാമത്തെ പാർട്ടും വളരെ വ്യക്തമായി പഠിച്ചതാണ്. വളരെ ബേസിൽ നിന്ന് എന്ന് പറഞ്ഞാൽ ഏറ്റവും ബേസിൽ നിന്നായിരുന്നു നമ്മൾ പഠിച്ചു തുടങ്ങിയത്. അപ്പൊ അങ്ങനെ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്ത് വരാം. അപ്പോൾ ട്രിഗണോമെട്രിയുടെ മൂന്നാമത്തെ ഭാഗമാണ് ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഉറപ്പായിട്ടും ഒന്നാമത്തെയും രണ്ടാമത്തെയും പാർട്ട് കണ്ടതിന് ശേഷം ഈ പാർട്ട് കണ്ടാൽ മതി. ഒന്നാമത്തെയും രണ്ടാമത്തെയും പാർട്ട് നന്നായിട്ട് കാണണം. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട നോട്ട് നിങ്ങൾ തയ്യാറാക്കണം. അതിനുശേഷം മൂന്നാമത്തെ പാർട്ട് നിങ്ങൾ കണ്ട് മനസ്സിലാക്കുക. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഈ പാർട്ടിലും നിങ്ങൾ ഉറപ്പായിട്ട് എന്ത് ചെയ്യണം, നോട്ട് പ്രിപ്പയർ ചെയ്യണം. ഞാൻ വർക്ക്ഔട്ട് ചെയ്യുന്ന ഓരോ ക്വസ്റ്റ്യൻസും എഴുതിയെടുക്കണം നിങ്ങൾ. അപ്പൊ അതിന് നിങ്ങൾ മനസ്സിലായ പോയിന്റ്സ് ഒക്കെ എന്ത് ചെയ്യാം, ഒന്ന് നോട്ട് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യണം, സ്വന്തമായിട്ട് ഒരു നോട്ട് കീപ്പ് ചെയ്യുന്നത് നന്നായിരിക്കും. ഓക്കെ അല്ലേ? അപ്പോ നമ്മൾ ഇങ്ങറ്റം മുതൽ അങ്ങറ്റം വരെയും ഉറപ്പായിട്ട് നമ്മൾ ട്രിഗണോമെട്രി പഠിച്ച് തീർക്കും. അപ്പോ സെറ്റ് അല്ലേ? അപ്പൊ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് പോവാം, ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: The angle of elevation of top of a tower from a point A on the ground is 30 degree. On moving a distance of 20 meter towards the foot of the tower to a point B, the angle of elevation increases to 60 degree. Then what will be the height of tower? Okay. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ് ആംഗിൾ ഓഫ് എലിവേഷൻ എന്താണ്, ആംഗിൾ ഓഫ് ഡിപ്രഷൻ എന്താണെന്നൊക്കെയുള്ള കാര്യം നമ്മൾ വളരെ വ്യക്തമായിട്ട് പഠിച്ചു. അപ്പോ നമ്മൾ അന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ തൊട്ട് മുന്നേയുള്ള ക്ലാസ്സിൽ നമ്മൾ ആംഗിൾ ഓഫ് ഡിപ്രഷനുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഒന്നും നമ്മൾ വർക്ക്ഔട്ട് ചെയ്തില്ല. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ അത് വർക്ക്ഔട്ട് ചെയ്യും. ഇനി ആംഗിൾ ഓഫ് എലിവേഷനിൽ തന്നെ ഒന്ന് രണ്ട് ടൈപ്പുകളൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുണ്ട്. ഇത് സ്ഥിരമായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ടൈപ്പുകളാണ്. ഗ്രൂപ്പ് ഡി ആയിരുന്നാലും NTPC ആയിരുന്നാലും ഇടയ്ക്കിടയ്ക്ക് ക്വസ്റ്റ്യൻസ് വന്നുകൊണ്ടിരിക്കുന്ന ഒരു മോഡലാണ്. അപ്പൊ ക്വസ്റ്റ്യൻ എന്താണെന്നുള്ള കാര്യം നമുക്ക് നന്നായിട്ടൊന്ന് മനസ്സിലാക്കുക. എന്താ സംഭവം? ദ ആംഗിൾ ഓഫ് എലിവേഷൻ ഓഫ് ടോപ്പ് ഓഫ് എ ടവർ from a point A on the ground is 30 degree. ശരി, അപ്പോൾ ഒരു ടവറിനെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. ഞാനപ്പോ ഇവിടെ ഒരു ടവർ മാർക്ക് ചെയ്തു, ഒരു ടവർ. ശരി, ഈ ടവറിന്റെ ആംഗിൾ ഓഫ് എലിവേഷൻ പോയിന്റ് എ എന്ന് പറയുന്ന ഒരു പോയിന്റിൽ നിന്ന് ടവറിലേക്ക് നോക്കുന്നുണ്ട്. അപ്പൊ ഇവിടുത്തെ ആംഗിൾ ഓഫ് എലിവേഷൻ എന്ന് പറഞ്ഞാൽ 30 ഡിഗ്രിയാണ്. സമ്മതിക്കാമല്ലോ? അപ്പൊ ഒന്നും കൂടെ, അപ്പൊ എ എന്ന് പറയുന്ന പോയിന്റ് ഉണ്ട്. എയിൽ നിന്ന് ടവറിന്റെ മേളിലേക്ക് നോക്കുമ്പോഴുള്ള ആംഗിൾ ഓഫ് എലിവേഷൻ എന്ന് പറഞ്ഞാൽ 30 ഡിഗ്രിയാണ്. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? ഓൺ മൂവിംഗ് എ ഡിസ്റ്റൻസ് ഓഫ് 20 മീറ്റർ ടുവേഴ്സ് ദ ഫൂട്ട് ഓഫ് ദ ടവർ. ഓൺ മൂവിംഗ് എ ഡിസ്റ്റൻസ്, ഇവിടെ നിന്ന് ടവറിന്റെ ഫുട്ടിലേക്ക് അല്ലെ, ടുവേഴ്സ് ദ ഫുട്ട് ഓഫ് ടവർ എന്നാ പറഞ്ഞത്. ഇങ്ങോട്ടൊരു 20 മീറ്റർ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ നമ്മുടെ ആംഗിൾ ഓഫ് എലിവേഷൻ എത്രയാകും എന്നാ പറഞ്ഞിരിക്കുന്നത്? 60 ആയിട്ട് മാറും എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഒന്നും കൂടെ, എയിൽ നിന്ന് ബിയിലോട്ട് എത്ര മീറ്റർ? 20 മീറ്റർ ടുവേഴ്സ് ടവർ എന്നാ പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് ഇവിടെ നിന്ന് നമ്മൾ ടവറിന്റെ മേൽപോട്ട് നോക്കുമ്പോ ഇവിടത്തെ ആംഗിൾ ഓഫ് എലിവേഷൻ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 60 ഡിഗ്രിയാണ് ആണേ എന്നാ നമ്മുടെ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന ടവറിന്റെ ഹൈറ്റ് എത്രയാണ് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഈ രണ്ട് പോയിന്റ് ക്വസ്റ്റ്യൻ തന്നെ ഡിപെൻഡ് ചെയ്തിട്ടുണ്ട്. എ എന്നാണ് ബി എന്നാണെന്നുള്ള പറഞ്ഞിട്ടുണ്ട്. ഞാൻ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇതിനെ സി എന്നും ഇതിനെ ഡി എന്നും മാർക്ക് ചെയ്യും. വെറുതെ. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടതാണ് ഈ പറയുന്ന ടവറിന്റെ ഹൈറ്റ് എന്താണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ നോർമലി നമ്മളൊരു 10th ലെവലിലൊക്കെ, നമ്മുടെ 10ാം ക്ലാസ്സിലായിരുന്നാലും +1 ആയിരുന്നാലും നമ്മൾ ഈ വരുന്ന, ഇത് സ്ഥിരം വരുന്ന ഒരു കോമൺ ആയിട്ടുള്ള ടൈമാണ്. ഈ വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ എങ്ങനെ സോൾവ് ചെയ്യുന്ന വെച്ചാൽ, ഈ ഒരു ഗ്യാപ്പിനെ നമ്മൾ എക്സ് എന്നും ഈ ഒരു ഗ്യാപ്പിനെ വൈ, അല്ലെങ്കിൽ ഇതിനെ എച്ച് എന്നും ഇതിനെ എക്സ് എന്നൊക്കെ പറഞ്ഞെടുക്കും. ഇതിൽ കോമൺ ആയിട്ടുള്ള എച്ച് നമ്മൾ രണ്ടിടത്ത് നിന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യും. എന്നിട്ട് എച്ചിന്റെ വാല്യൂസ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അങ്ങനെയൊക്കെ കുറച്ചധികം സ്റ്റെപ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് നമുക്ക് എങ്ങനെയെങ്കിലും ആൻസറിലോട്ട് എത്തണമെന്നല്ലേ. അപ്പോൾ ഇങ്ങനെ വരുന്ന ക്വസ്റ്റ്യൻ സംഭവത്തിലേ ഉള്ളൂ. നമ്മൾ ഒരു പൊസിഷനിൽ നിന്ന് ഒരു ടവറിന്റെ മേളിലോട്ട് നോക്കി ഒരു ആംഗിൾ ഓഫ് എലിവേഷൻ, വീണ്ടും കുറച്ച് അപ്പുറത്തോട്ട് നിന്നിട്ട് വീണ്ടും നമ്മൾ വേറൊരു ആംഗിൾ ഓഫ് എലിവേഷനിൽ ടവർ നമ്മൾ നോക്കി. അപ്പൊ ഒന്നും കൂടെ, നമ്മൾ ഒരു പൊസിഷനിൽ നിന്നൊരു ടവറിന്റെ മേപ്പോട്ട് നോക്കി അല്ലെ, ഏതോ ഒരു ആംഗിൾ ഓഫ് എലിവേഷനിൽ. ഇനി ഫ്രണ്ടിലോട്ട് പോകുന്തോറും, ടവറിനോട് അടുത്ത് ചെല്ലുന്തോറും അല്ലെങ്കിൽ ഫ്ലാഗ് പോസ്റ്റിനോട് അടുത്ത് ചെല്ലുന്തോറും ആംഗിൾ ഓഫ് എലിവേഷനിൽ കുറച്ചുകൂടെ നമ്മൾ ഇങ്ങനെ നോക്കണ്ടേ, ആംഗിൾ ഓഫ് എലിവേഷൻ എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും അല്ലെ. നമ്മൾ കുറെ കൂടെ അങ്ങോട്ട് പോയി ആംഗിൾ ഓഫ് എലിവേഷൻ മാറി. അപ്പൊ ഒന്നും കൂടെ, ഒരു പോയിന്റിൽ നിന്ന് നമ്മൾ മേളിലോട്ട് നോക്കി
കുറെ കൂടെ ഫ്രണ്ടിലോട്ട് പോയിട്ട് നമ്മൾ മേളിലോട്ട് നോക്കി, രണ്ട് ആംഗിൾ ഓഫ് എലിവേഷൻ. എന്നിട്ട് ഈ പറയുന്ന നമ്മൾ നോക്കണ സാധനത്തിന്റെ ഇവിടെ ടവറാണ്, ടവറിന്റെ ഹൈറ്റ് എത്രയാണ് എന്ന് പറഞ്ഞു ചോദിച്ചാൽ കണ്ണും പൂട്ടി എന്നെ വിശ്വസിക്കാം. ടവറിന്റെ ഹൈറ്റ് എന്താണെന്ന് ചോദിച്ചാൽ ഇങ്ങനെ അങ്ങ് മനസ്സിലായിക്കൊണ്ടേ. ഇങ്ങനെയാണ് ഹൈറ്റ് ഓഫ് ടവർ എന്ന് പറഞ്ഞാൽ എക്സ് ടാൻ തീറ്റ 1 ഇൻറ്റു ടാൻ തീറ്റ 2 ഡിവൈഡഡ് ബൈ ടാൻ തീറ്റ 2 മൈനസ് ടാൻ തീറ്റ 1. കണ്ട് പേടിക്കൊന്നും വേണ്ട, അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന സാധനം തന്നെയാണ്. അപ്പൊ ഒന്നും കൂടെ എങ്ങനെയാണ്, എക്സ് ഇൻറ്റു ടാൻ തീറ്റ 1 ടാൻ തീറ്റ 2 ഡിവൈഡഡ് ബൈ ടാൻ തീറ്റ 2 മൈനസ് ടാൻ തീറ്റ 1 എന്നാണ്. അപ്പൊ ഒന്നും കൂടെ നമ്മളൊരു പൊസിഷനിൽ നിന്ന് നോക്കുന്നുണ്ട്, കുറെ കൂടെ ഫ്രണ്ടിലോട്ട് പോയിട്ട് വീണ്ടും നമ്മൾ മേലോട്ട് നോക്കി, അപ്പോഴെന്ത് ചെയ്തു, ആംഗിൾ ഓഫ് എലിവേഷൻ അല്ലെ, രണ്ട് ആംഗിൾ ഓഫ് എലിവേഷനിൽ നിന്ന് നമ്മൾ നോക്കുന്നുണ്ട്. അപ്പൊ ഇനി നമ്മൾ എത്ര ദൂരമാണ് ഫ്രണ്ടിലോട്ട് പോയത് എന്നുള്ള കാര്യം കൂടെ തന്നിട്ടുണ്ട്. എന്നിട്ട് ഈ പറയുന്ന ടവറിന്റെ ഹൈറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ നോക്കുന്ന ഐറ്റത്തിന്റെ ഹൈറ്റ് ചോദിച്ചിരുന്നാൽ എങ്ങനെ കാണുമെന്ന് ചോദിച്ചാൽ നൈസായിട്ടൊന്ന് മനസ്സിലാക്കി എടുക്കുക. എക്സ് ടാൻ തീറ്റ 1 ടാൻ തീറ്റ 2 ടാൻ തീറ്റ 2 മൈനസ് ടാൻ തീറ്റ 1 എന്നാണ്. അപ്പൊ ഈ ടാൻ തീറ്റ 1 എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം നിന്ന് നോക്കുന്നത് രണ്ടാമത്തെ ആംഗിളിൽ നമ്മൾ എന്തായിട്ട് എടുക്കണം, തീറ്റ 2 ആയിട്ട് പറഞ്ഞാൽ എടുത്താൽ മതി. അല്ലെങ്കിൽ ചെറിയ ആംഗിൾ ടാൻ തീറ്റ 1 ടാൻ തീറ്റ 1 ആയിരിക്കും, വലിയ ആംഗിളിന് തീറ്റ 2 എന്ന് പറഞ്ഞ് എടുത്താലും മതി. അപ്പോ ഇത് അല്ലാതെ ചെയ്യണമെങ്കിൽ കുറച്ച് അധികം സ്റ്റെപ്പ് പോലും നമ്മൾ ഇവിടെ എക്സും വൈയും ഒക്കെ ഇട്ട് അല്ലെങ്കിൽ എച്ച് എന്നൊക്കെ പറഞ്ഞ് ഹൈറ്റ് എന്നൊക്കെ പറഞ്ഞെടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കുറെ അധികം സ്റ്റെപ്പ് എടുത്ത് നമ്മൾ ചെയ്യേണ്ടി വരും. ഇത് നൈസായിട്ട് നമുക്ക് പെട്ടെന്ന് നമുക്ക് ആൻസർ കിട്ടുന്ന, പക്ഷെ വാല്യൂസ് അറിയണം. അപ്പൊ എങ്ങനെയാണ്, എക്സ് ഇൻറ്റു ടാൻ തീറ്റ 1 ടാൻ തീറ്റ 2 ഡിവൈഡഡ് ബൈ ടാൻ തീറ്റ 2 മൈനസ് ടാൻ തീറ്റ 1 ആണേ. ശരി, നൈസായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ ഞാൻ ഒരു കാര്യം പറഞ്ഞില്ല, എക്സ് എന്ന് വെച്ചാൽ ഈ പറഞ്ഞ 20 മീറ്റർ നമ്മൾ എത്ര ദൂരം ഫ്രണ്ടിലോട്ട് പോയി എന്നുള്ളതാണ് എന്ത്, എക്സ് എന്ന് പറഞ്ഞാൽ. മനസ്സിലായിക്കോണേ. അപ്പൊ എക്സ് എന്താണെന്ന് ചോദിച്ചാൽ എത്ര ദൂരം നമ്മൾ ഫ്രണ്ടിലോട്ട് അറിയാം, അല്ലെങ്കിൽ നമ്മൾ അവിടെ മൂവ് ചെയ്യുന്ന ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്തായിട്ട് എടുക്കാറ്, എക്സ് ആയിട്ട് നമ്മൾ എടുക്കാറ്. ശരി, അങ്ങ് ഇട്ട് കൊടുക്കാം, നമുക്ക് ആൻസറിലോട്ട് എത്താം. എക്സ് എന്ന് പറഞ്ഞാൽ 20 ഇൻറ്റു ടാൻ തീറ്റ 1 എന്ന് പറഞ്ഞാൽ ടാൻ 30 ഡിഗ്രി ഇൻറ്റു ടാൻ തീറ്റ 2 ദാറ്റ് ഈസ് ടാൻ 60 ഡിഗ്രി ഡിവൈഡഡ് ബൈ ടാൻ തീറ്റ 2 എന്ന് പറഞ്ഞാൽ ടാൻ 60 ഡിഗ്രി മൈനസ് ടാൻ തീറ്റ 1 എന്ന് പറഞ്ഞാൽ ടാൻ 30 ഡിഗ്രി. സെറ്റ് അല്ലേ? പറ, 20 ഇൻറ്റു ടാൻ 30 എന്ന് പറഞ്ഞാൽ ഓർമ്മ ഉണ്ടോ, ടാൻ 30 എന്ന് പറഞ്ഞാൽ 1/√3 എന്നാണ്, ഇൻറ്റു ടാൻ 60 എന്ന് പറഞ്ഞാൽ വെറും √3 എന്നാണ്, ഡിവൈഡഡ് ബൈ ടാൻ 60 എന്ന് പറഞ്ഞാൽ വെറും √3 മൈനസ് ടാൻ 30 എന്ന് പറഞ്ഞാൽ 1/√3 ഈക്വൽ ടു ഈ √3 ക്യാൻസൽ ആയിപ്പോയി. ഇനി ന്യൂമറേറ്ററിൽ എന്ത് മാത്രമേ ഉള്ളൂ, 20 മാത്രമേ ഉള്ളൂ. 20 ഡിവൈഡഡ് ബൈ ക്രോസ് ചെയ്യുമ്പോൾ √3 ഇൻറ്റു √3 എന്ന് പറഞ്ഞാൽ 3 മൈനസ് 1 ഇൻറ്റു 1 ദാറ്റ് ഈസ് 1 ഡിവൈഡഡ് ബൈ √3 എന്നാണ്, വിച്ച് ഈസ് ഈക്വൽ ടു 20 ഡിവൈഡഡ് ബൈ 3 മൈനസ് 1 എന്ന് പറഞ്ഞാൽ 2 ഡിവൈഡഡ് ബൈ √3 എന്നാണ്. ഇനി പറ, ഒരു നമ്പറിന്റെ കീഴിൽ, ഒരു നമ്പറിന്റെ താഴെ അല്ലെങ്കിൽ ഒരു നമ്പറിന്റെ കീഴെ എന്ത് വന്നാൽ, ഒരു ഫ്രാക്ഷൻ വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം, താഴെയുള്ള ഫ്രാക്ഷനെ റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സംഭവം ഇങ്ങനെ കിട്ടും, 20 ഇൻറ്റു താഴെയുള്ള ഫ്രാക്ഷനെ റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ √3/2 2 ൽ 2 1 ടൈം 20 ൽ 10 ടൈംസ് ചേർത്ത് പറയുമ്പോൾ നമ്മളെ ആൻസർ കിട്ടി 10√3 മീറ്റർ. 10√3 മീറ്റർ നമുക്ക് കിട്ടി ഓപ്ഷൻ സി 10√3 എന്ന് പറയുന്നത് സിമ്പിൾ ആയിട്ട് കിട്ടി. ഓക്കെ അല്ലേ? അപ്പോ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്ത് മനസ്സിലാക്കി വെക്കണം. എങ്ങനെ മനസ്സിലാക്കണം, നമ്മൾ ആദ്യം ഒരു ആംഗിൾ ഓഫ് എലിവേഷനിൽ കണ്ടു, കുറെ കൂടെ ഫ്രണ്ടിലോട്ട് പോയിട്ട് അടുത്ത് വേറൊരു ആംഗിൾ ഓഫ് എലിവേഷനിൽ കണ്ടു. നമുക്ക് മാറിയ ഡിസ്റ്റൻസ് അറിയാം അല്ലെ, എത്ര ദൂരം നമ്മൾ ഫ്രണ്ടിലോട്ട് പോയി എന്നുള്ള ഡിസ്റ്റൻസ് അറിയാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ നോക്കുന്ന ടവറിന്റെ ഹൈറ്റ് എത്രയാണടാ എന്ന് ചോദിച്ചാൽ എക്സ് ഇൻറ്റു ടാൻ തീറ്റ 1 ടാൻ തീറ്റ 2 ഡിവൈഡഡ് ബൈ ടാൻ തീറ്റ 2 മൈനസ് ടാൻ തീറ്റ 1 എന്ന് സെറ്റ് ചെയ്തങ്ങ് പഠിച്ചോ. ഓക്കെ അല്ലേ? സിമ്പിൾ അല്ലേ? ഇനി നമ്മൾ അല്ലാതെയൊക്കെ ചെയ്തെടുക്കാൻ നിന്നാൽ ഞാൻ പറഞ്ഞ പോലെ കുറച്ചധികം സബ്സ്റ്റിറ്റ്യൂഷൻ ഒക്കെ വരും.
സംഭവം മെനക്കേടാ. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞു. അപ്പോ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: The length of the shadow of a pillar decreases by 24 meter when the angle of elevation of sun increases from 30 degree to 60 degree. The length of pillar is. Okay. അപ്പോ ലെങ്ത് ഓഫ് ഷാഡോ ഓഫ് എ പില്ലർ, ഷാഡോയിനെ പറ്റിയാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആംഗിൾ ഓഫ് എലിവേഷൻ ഒക്കെ തന്നെയാണ്, നേരത്തെ നമ്മൾ ഇവിടെ നോക്കി എന്നൊക്കെ പറഞ്ഞു. ഇവിടെ ഷാഡോയെ പറ്റിയാ പറഞ്ഞിരിക്കുന്നത്. ശരി, സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, അപ്പൊ ഇവിടെ ഒരു പില്ലർ ഉണ്ടെന്ന് വെച്ചോ. അപ്പൊ ഇവിടെ ഇതാണ് നമ്മുടെ പില്ലർ, ഓക്കെ ആണ്. അപ്പൊ ഇവിടെ നമ്മളെ സണ്ണൊക്കെ നിൽക്കുകയാണെങ്കിൽ ഇവിടെ സൺ ഉണ്ടെങ്കിൽ എന്താ ഷാഡോ അല്ലെ? ഷാഡോ ഈ പറഞ്ഞ ടവറിന്റെ ഷാഡോ ഇങ്ങനെ വരും. ഓക്കെ അല്ലേ? അപ്പോ ഷാഡോ എന്ന് പറഞ്ഞാൽ ഇതാണ് അല്ലെ? നമ്മൾ ടവറിനാണെങ്കിൽ ഷാഡോ എന്ന് പറയുന്നത് ഈ സാധനമാണ് അല്ലെ? ഇവിടെ ഫോം ചെയ്യുന്നതാണ് ഷാഡോ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ എന്താ പറഞ്ഞിരിക്കണെന്ന് നോക്കാം. The length of shadow of a pillar decreases by 24 meter when the angle of elevation of sun increases from 30 degree to 60 degree. അപ്പോ ഇവിടെ 30 ഡിഗ്രിയിൽ നിന്ന് ഇതെന്തായിട്ട് മാറി? 60 ഡിഗ്രി ആയിട്ട് മാറി എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ ഷാഡോയുടെ ലെങ്ത് നേരത്തെ എത്ര ഉണ്ടായിരുന്നു, ഇപ്പൊ ഇത്രയായിട്ട് ചുരുങ്ങി എന്നാ പറഞ്ഞു. 24 മീറ്റർ ആയിട്ട് എന്ത് ചെയ്തു? കുറഞ്ഞു. 24 മീറ്റർ ആയിട്ട് കുറഞ്ഞു. ഓക്കെ അല്ലേ? അപ്പൊ ഈ 24 മീറ്റർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഇതായിരിക്കും അല്ലതാ ഈ ഒരു ലെങ്ത്. ഇതാണ് എന്ത് 24 മീറ്റർ എന്നൊക്കെ പറഞ്ഞത് നമ്മുടെ ഈ ക്വസ്റ്റിനകത്ത്. സംഭവം പിടിയിട്ടില്ലേ? അങ്ങനെയാണെങ്കിൽ വാട്ട് വിൽ ബി ദ ലെങ്ത് ഓഫ് പില്ലർ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഈ പില്ലറിന്റെ ലെങ്ത് എത്രയായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ അല്ലേ? ശരി, നേരത്തെ സെയിം കൺസെപ്റ്റ് ആണ് അല്ലേ? ആദ്യം നമുക്ക് ഇവിടെ ആംഗിൾ ഓഫ് എലിവേഷൻ 30 ഡിഗ്രി ആയിരുന്നു. കുറച്ചുകൂടെ അങ്ങോട്ട് പോയപ്പോൾ ഒരു 24 മീറ്റർ അങ്ങോട്ട് പോയപ്പോ ആംഗിൾ ഓഫ് എലിവേഷൻ എത്രയായിട്ട് മാറി? 60 ഡിഗ്രി ആയിട്ട് മാറി. അങ്ങനെയാണെങ്കിൽ വാട്ട് വിൽ ബി ദ ലെങ്ത് ഓഫ് പില്ലർ എന്നാണ് ക്വസ്റ്റ്യൻ അല്ലേ? ശരി, അങ്ങനെയാണെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണെങ്കിൽ നമ്മൾ ഇപ്പൊ പഠിച്ച് നിർത്തിയതാണ്. വാട്ട് വിൽ ബി ദ ലെങ്ത് ഓഫ് പില്ലർ എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ വാട്ട് വിൽ ബി ദ ലെങ്ത് ഓഫ് അല്ലെങ്കിൽ ഹൈറ്റ് ഓഫ് ടവർ എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചാൽ നമ്മൾ നിസ്സംശയം ഇങ്ങനെ പറയും: എക്സ് tan theta 1 tan theta 2 divided by tan theta 2 minus tan theta 1 എന്നാണ്. ഉറച്ചു, നമ്മുടെ മനസ്സിൽ ഉറച്ചു കഴിഞ്ഞു. സിമ്പിൾ അല്ലേ? സിമ്പിൾ ആയിട്ടാണ് പറ. എക്സ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെങ്ത്, ദാറ്റ് ഈസ് 24 into tan theta 1, that is tan 30 degree, into tan theta 2, that is tan 60 degree, divided by tan theta 2, that is tan 60 degree അല്ലെ? tan 60 degree minus tan 30 degree. കഴിഞ്ഞു. 24 into tan 30 എന്ന് പറഞ്ഞാൽ that is 1/√3 into tan 60 എന്ന് പറഞ്ഞാൽ that is √3 divided by തൊട്ടുകൊണ്ടുള്ള സെയിം ക്വസ്റ്റ്യൻ അല്ലേ? tan 60 degree എന്ന് പറഞ്ഞാൽ എത്രയാണ്? that is √3 minus tan 30 degree എന്ന് പറഞ്ഞാൽ 1/√3 എന്നാണ്. 1/√3 which is equal to, നമ്മളിവിടെ ഈ √3 ക്യാൻസൽ ആയി പോകും. ന്യൂമറേറ്ററിൽ നമുക്ക് ഒരു 24 ഉണ്ട്, ഡിവൈഡഡ് ബൈ ഇവിടെ ക്രോസ് ചെയ്യുമ്പോൾ √3 into √3 എന്ന് പറഞ്ഞാൽ that is 3 minus 1 divided by 1 into √3, that is √3. വീണ്ടും നമ്മൾ ഇങ്ങനെ എഴുതും: 24 divided by 3 minus 1 എന്ന് പറഞ്ഞാൽ that is 2 ആണ് അല്ലെ? 2 divided by √3. ഒരു നമ്പറിന്റെ അടിയിൽ അല്ലെങ്കിൽ ഒരു നമ്പറിന്റെ കീഴിൽ ഒരു ഫ്രാക്ഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? താഴെ വരുന്ന ഫ്രാക്ഷന്റെ റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ആണ് അല്ലെ? അങ്ങനെ നമ്മൾ ചെയ്തു വരുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും: 24 into √3/2 എന്ന് പറഞ്ഞിട്ട് ഇവിടെ 2 1 ടൈം, 24 2 12 ടൈംസ് ചേർത്ത് പറയുമ്പോൾ നമ്മുടെ ആൻസർ കിട്ടി 12√3 മീറ്റർ എന്ന് പറഞ്ഞു കിട്ടി. 12√3 മീറ്റർ എന്ന് പറഞ്ഞു കിട്ടി. നമ്മുടെ ആൻസർ എവിടെയാ? ഓപ്ഷൻ ഡിയിൽ കിടപ്പുണ്ട്. നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി 12√3 എന്ന് പറഞ്ഞു കിട്ടി. 12√3 എന്ന് പറഞ്ഞു കിട്ടി. സിമ്പിൾ അല്ലേ? അപ്പൊ ഈ ഒരു കാര്യം നന്നായിട്ടൊന്ന് ഉറപ്പിച്ചങ്ങ് വെച്ചോണേ. എക്സ് ഇൻറ്റു tan theta 1 into tan theta 2 divided by tan theta 2 minus tan theta 1 എന്നുള്ള കാര്യം നമ്മൾ സെറ്റ് ചെയ്ത് പഠിച്ചുറപ്പിച്ചു കഴിഞ്ഞു. ഓക്കെ അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ മാർക്ക് കൂട്ടിയാൽ അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: എ പേഴ്സൺ സ്റ്റാൻഡിംഗ് ഓൺ ദ ബാങ്ക് ഓഫ് എ റിവർ observes that angle subtended by a tree on the opposite bank is 60 degree. When he returns 40 meters from the bank,
he finds the angle to be 30 degree. The breadth of river is. What will be the breadth of river എന്നാണ്. ശരി, അപ്പൊ ഒന്നും കൂടെ നന്നായിട്ടൊന്ന് നമുക്ക് ക്വസ്റ്റ്യൻ നമുക്കൊന്ന് മനസ്സിലാക്കി വരാം എന്താ ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യം. A person standing on the bank of a river observes that the angle subtended by a tree on the opposite bank is 60 degree. അപ്പോ ഒരാൾ ഒരു നദിയുടെ കരയിൽ നിൽക്കുകയാണ്, എന്നിട്ട് അക്കരെ നിൽക്കുന്ന ഒരു ട്രീയെ ഇങ്ങനെ നോക്കി. അപ്പൊ അവിടെ ഉണ്ടായ ആംഗിൾ സബ്റ്റൻഡന്റ് നമുക്ക് ഉദ്ദേശിക്കുന്നത് എന്താണ്? അവിടെ ഉണ്ടായ ആംഗിൾ ഓഫ് എലിവേഷൻ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 60 ഡിഗ്രി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ ആണ്. അപ്പൊ ഒന്നും കൂടെ, ഒരാൾ ഒരു റിവറിന്റെ ഒരു നദീതടത്തിൽ നിൽപ്പുണ്ട്, ബാങ്കിൽ നിൽപ്പുണ്ട്, എന്നിട്ട് അപ്പുറത്തെ ബാങ്കിൽ നിൽക്കുന്ന, അപ്പുറത്തെ കരയിൽ നിൽക്കുന്ന മരത്തിന് നോക്കി, മേളോട്ട് നോക്കി, എത്ര ഡിഗ്രിയിൽ നോക്കി? 60 ഡിഗ്രിയിൽ നോക്കി എന്നാ പറഞ്ഞിരിക്കുന്നത്. 60 ഡിഗ്രിയിൽ നോക്കി. ഇയാൾ എന്ത് ചെയ്തു? എന്താ പറഞ്ഞിരിക്കുന്നത്? വെൻ ഹി റിട്ടയേഴ്സ് 40 മീറ്റർ ഫ്രം ദ ബാങ്ക്. അപ്പൊ നദിയുടെ കരയിൽ നിൽക്കുകയാണ്, അയാൾ എന്ത് ചെയ്തു? പുറകോട്ട് ഒരു 40 മീറ്റർ വന്നിട്ട്, അപ്പൊ ഒന്നുകൂടെ എന്താണ്, നദിയുടെ കരയിൽ നിന്ന് മേളിലോട്ട് നോക്കിയപ്പോ, അല്ലെങ്കിൽ ട്രീയുടെ മേളിലേക്ക് നോക്കിയപ്പോ 60 ഡിഗ്രി ആയിരുന്നു. ഇനി എന്ത് ചെയ്തു? പുറകിലോട്ട് വന്നു, പുറകിലോട്ട് ഒരു 40 മീറ്റർ ബാക്കിലോട്ട് വന്നിട്ട് വീണ്ടും നോക്കി. അപ്പോഴവിടെ ഉണ്ടായ ആംഗിൾ ഓഫ് എലിവേഷൻ എന്ന് പറയും. എലിവേഷൻ എന്ന് അവർ എടുത്ത് പറഞ്ഞിട്ടില്ല. അവിടെ ഉണ്ടായ ആംഗിൾ എന്ന് പറയുന്നത് എത്രയാണ്? 30 ഡിഗ്രി എന്നാ പറയുന്നത്. 30 ഡിഗ്രി. കഥ മനസ്സിലായ? നദിയുടെ കരയിൽ നിന്ന് നോക്കി 60 ഡിഗ്രി, കുറച്ചുകൂടെ ബാക്കിലോട്ട് ഇറങ്ങിയിട്ട്, അല്ലെങ്കിൽ കുറെ കൂടെ ബാക്കിലോട്ട് വന്നിട്ട്, അല്ലെങ്കിൽ 40 മീറ്റർ ബാക്കിലോട്ട് വന്നിട്ട് വീണ്ടും നോക്കി. അപ്പോൾ ഉണ്ടായ ആംഗിൾ ഓഫ് എലിവേഷൻ എന്ന് പറഞ്ഞാൽ അത് 30 ഡിഗ്രി എന്ന് നമ്മുടെ ക്വസ്റ്റ്യൻ പറയുന്നുണ്ട് അല്ലെ. ശരി, അങ്ങനെയാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടതാണ് വാട്ട് വിൽ ബി ദ ബ്രെഡ്ത്ത് ഓഫ് ദ റിവർ എന്നാണ്. ഈ പറയുന്ന റിവറിന്റെ വീതി എത്ര എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ശരി, അപ്പൊ ഇതിന് നമുക്ക് ഒന്ന് ഫിഗർ ഔട്ട് ചെയ്യാമോ? എങ്ങനെ നമുക്ക് ഇതിനെ ഫിഗർ ആക്കി മാറ്റാൻ നോക്കാം. അപ്പൊ നമുക്ക് പറയാം, ഇവിടെ ഒരു ട്രീ ഉണ്ട്, ഇവിടെ ഒരു ട്രീ നിപ്പുണ്ട്, ഇവിടെ ഒരു ട്രീ നിപ്പുണ്ട്. ഇത് റിവർ ആണ്, ഇത് റിവർ ആണ്, ഇത് റിവർ ആണ്. അപ്പോ റിവറിന്റെ അക്കരെ ഇത് റിവർ ആണെങ്കിൽ ഇതിന്റെ അപ്പുറത്തെ കരയിൽ എന്ത് നിപ്പുണ്ട്? ട്രീ നിപ്പുണ്ട്. ഇക്കരെ നിന്നുകൊണ്ട് നോക്കിയപ്പോൾ അവിടെ ഉണ്ടായ ആംഗിൾ എന്ന് പറഞ്ഞാൽ എത്രയായിരുന്നു? 60 ഡിഗ്രിയാണ്. ഇവിടെ നിന്ന് നോക്കിയപ്പോ 60 ഡിഗ്രിയാണ്. ഇനി ഒരു 40 മീറ്റർ ബാക്കിലോട്ട് വന്നു, എന്നിട്ട് മേളിലോട്ട് നോക്കി. ഓക്കെ ആണോ? അപ്പോ ഇവിടെ ഉണ്ടായ ആംഗിൾ എന്ന് പറഞ്ഞാൽ 30 ഡിഗ്രിയാണ്. ഓക്കെ ആണോ? കഥ മനസ്സിലായ? അപ്പൊ ഒന്നും കൂടെ, ഇവിടെ ഒരു ട്രീ നിപ്പുണ്ട്, ഇത് റിവർ ആണ്, വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, ഇത് റിവർ ആണ്. ഈ റിവറിന്റെ ഇക്കര നിന്നുകൊണ്ടല്ലേ, ഈ ഇപ്പുറത്തെ കരയിൽ നിന്നുകൊണ്ട് മേളിലോട്ട് നോക്കിയപ്പോ 60 ഡിഗ്രി. ഒരു 40 മീറ്റർ ബാക്കിലോട്ട് ഇറങ്ങിയിട്ട് നോക്കിയോ അല്ലെ? ഒരു 40 മീറ്റർ ബാക്കിലോട്ട് ഇറങ്ങിയിട്ട് നോക്കിയപ്പോ ആംഗിൾ ഓഫ് എലിവേഷൻ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 30 ഡിഗ്രിയാണ്. അപ്പോ ഇതിനകത്ത് ഈ സെയിം ക്വസ്റ്റ്യൻ അല്ലെ, തൊട്ട് മുന്നുള്ള ഒരു 2 ക്വസ്റ്റ്യൻ നിങ്ങൾ ആലോചിച്ച് നോക്കി. സെയിം ഫിഗർ തന്നെയാണ്. ആ സെയിം ക്വസ്റ്റ്യനകത്ത്, ഈ പറഞ്ഞ സെയിം ഫിഗറിനകത്ത് ഹൈറ്റ് ഓഫ് ദ ട്രീ ആണ് ചോദിച്ചിരുന്നതെങ്കിൽ എന്ത് പറയും? എക്സ് ഇൻറ്റു ടാൻ തീറ്റ 1 ടാൻ തീറ്റ 2 ഡിവൈഡഡ് ബൈ ടാൻ തീറ്റ 2 മൈനസ് ടാൻ തീറ്റ 1 എന്നുള്ള കാര്യം നമ്മൾ ഉറപ്പിച്ച് പഠിച്ചു കഴിഞ്ഞതാണ് അല്ലെ. അപ്പോ സെയിം ഫിഗർ ആണ്. ജസ്റ്റ് ഒന്ന് ആലോചിച്ചാൽ ആ സെയിം ഫിഗർ ആണ്. ആ സെയിം ഫിഗറിനകത്ത് തന്നെ ഇതാണ് ചോദിച്ചിരുന്നെങ്കിൽ, ഈ ഒരു ഡിസ്റ്റൻസ് ആണ് ചോദിച്ചിരുന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും അല്ലേ. ഇവിടെ ഞാൻ വെറുതെ പേരൊക്കെ കൊടുക്കുന്നു, ABCD എന്ന് ഞാൻ പറഞ്ഞ് പേര് കൊടുത്തു. നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടതാണ് വാട്ട് വിൽ ബി ദ ബ്രെഡ്ത്ത് ഓഫ് റിവർ എന്നാണ്. ഈ ഒരു ഗ്യാപ്പ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. തൊട്ടുമുന്നുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഇതാണ് ചോദിച്ചത് അല്ലെ, നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഈ ഒരു ഗ്യാപ്പ് അല്ലെങ്കിൽ ഈ ഒരു ഡിസ്റ്റൻസ്, അല്ലെങ്കിൽ വാട്ട് വിൽ ബി ദ ബ്രെഡ്ത്ത് ഓഫ് റിവർ, ഇതാണ് നദിയുടെ വീതി എന്ന് പറയുക അല്ലെ. അപ്പൊ ഈ ഒരു ഡിസ്റ്റൻസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോ ഈ ഒരു ഡിസ്റ്റൻസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ, ഈ ഒരു ഡിസ്റ്റൻസ് ഈ ക്വസ്റ്റിനെ സംബന്ധിച്ച് എന്താ? നദിയുടെ വീതിയാണ് അല്ലെ, ഈ പറയുന്നത് റിവറിന്റെ ബ്രെഡ്ത്താ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഈ ഒരു ഗ്യാപ്പ് ആണ് നമുക്ക് ആവശ്യമെങ്കിൽ നമ്മൾ നേരത്തെ പഠിച്ചു വെച്ചിരിക്കുന്ന ഒരു ഇക്വേഷൻ ഉണ്ടല്ലോ, അവിടെ അതിനകത്തല്ലാതെ നമ്മളല്ലാതെ 2-3 ഇക്വേഷൻ ഒക്കെ നമ്മൾ ഫോം ചെയ്ത് സോൾവ് ചെയ്ത് ഇക്വേറ്റ് ചെയ്തൊക്കെ എടുക്കേണ്ടി വരും. അപ്പൊ എളുപ്പത്തിന് നമുക്ക് എങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ, ഈ ഗ്യാപ്പ് ആണോ ചോദ്യം, ഉറപ്പിച്ചങ്ങ് പഠിച്ചോളണം. ദാറ്റ് ഈസ്, നമുക്ക് പറയാം BC അല്ലെങ്കിൽ ബ്രെഡ്ത്ത് ഓഫ് റിവർ എന്ന് പറഞ്ഞാൽ എക്സ് ടാൻ തീറ്റ 1, എന്ത് വേണ്ട? തീറ്റ 2 വേണ്ട, ബാക്കിയുള്ളതെല്ലാം അതേപോലെ തന്നെ. ടാൻ തീറ്റ 2 മൈനസ് ടാൻ തീറ്റ 1 എന്നാണ്. അപ്പോ സെറ്റല്ലേ. അപ്പൊ തൊട്ടു മുന്നേ ഹൈറ്റ് ഓഫ് ദ ട്രീ അല്ലെങ്കിൽ ഹൈറ്റ് ഓഫ് ദ ടവർ എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചിരുന്നെങ്കിൽ, ഈ സെയിം ഫിഗറിനകത്ത് ഹൈറ്റ് ആണ് ചോദിച്ചിരുന്നെങ്കിൽ നമ്മൾ എക്സ് ടാൻ തീറ്റ 1 ടാൻ തീറ്റ 2 എന്ന് പറയുമായിരുന്നു. ഇവിടെ എന്തല്ല,
ഹൈറ്റ് അല്ല, പകരം ഈ ഒരു ഗ്യാപ്പാണ്, സെയിം ഫിഗർ തന്നെ, ഈ ഒരു ഗ്യാപ്പാണ് കണ്ടുപിടിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ന്യൂമറേറ്ററിന്റെ അകത്ത് എന്ത് വേണ്ട, tan theta 2 വേണ്ട, x tan theta 1 ഡിവൈഡഡ് ബൈ tan theta 2 മൈനസ് tan theta 1 എന്നുള്ള കാര്യമാണ്. സെറ്റ് അല്ലേ ഇത്രയും കാര്യം? ഇനി എന്തെങ്കിലും പ്രയാസമുണ്ടോ? ഇത് തീറ്റ 1 ആയിരിക്കും കേട്ടോ, ഇവിടെ വരുന്നത് തീറ്റ 1, ഇവിടെ വരുന്നത് തീറ്റ 2 ആണ് കേട്ടോ. ഇത് തീറ്റ 1 ഇത് തീറ്റ 2 ആയിരിക്കും. ശരി, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം, വാല്യൂസ് ഇട്ട് കൊടുക്കാം. എക്സ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെങ്ത് തന്നെയാണ് തൊട്ട് മുന്നുള്ള ക്വസ്റ്റനിൽ നമ്മൾ പഠിച്ചു അല്ലെ. അപ്പൊ നമ്മൾ ഇങ്ങനെ പറയും 40 into tan theta 1 that is tan 30 degree divided by tan theta 2 that is tan 60 degree minus tan theta 1 that is tan 30 degree. സിമ്പിൾ ആയിട്ട് പറഞ്ഞോട്, 40 into tan 30 degree എന്ന് പറഞ്ഞാൽ that is 1/√3 divided by tan 60 എന്ന് പറഞ്ഞാൽ that is √3 minus tan 30 എന്ന് പറഞ്ഞാൽ വീണ്ടും 1/√3. ഇവിടെ ക്രോസ് ചെയ്ത് വരുമ്പോ, അല്ലെ ക്രോസ് ചെയ്തല്ലോ, ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്ത് വരുമ്പോ 40 into 1/√3 എന്നല്ലേ, 40 into 1/√3 എന്നാണ്. ചേർത്ത് പറയുമ്പോൾ നമ്മൾ എങ്ങനെ പറയും, 40/√3. ന്യൂമറേറ്റർ എന്ന് പറഞ്ഞാൽ 40/√3 ഡിവൈഡഡ് ബൈ, ഇതൊക്കെ നമ്മൾ തൊട്ട് മുന്നുള്ള ക്വസ്റ്റനിൽ ചെയ്താണ്, √3 into √3 എന്ന് പറഞ്ഞാൽ that is 3. 3 minus 1 എന്ന് പറഞ്ഞാൽ 3 minus 1 എന്ന് പറഞ്ഞാൽ 2. 2/√3 എന്ന് പറഞ്ഞിട്ടും 2/√3 എന്ന് പറഞ്ഞിട്ടും. ഓക്കെ, അപ്പൊ ഇവിടെ വേറെ കൺഫ്യൂഷൻ അടിക്കരുത്. ന്യൂമറേറ്ററിൽ ഒരു ഫ്രാക്ഷൻ ഉണ്ട്, ഡിനോമിനേറ്ററിൽ ഒരു ഫ്രാക്ഷൻ ഉണ്ട്. ഒരു ഫ്രാക്ഷൻ ഡിവൈഡഡ് ബൈ വേറൊരു ഫ്രാക്ഷൻ അല്ലെ, ഒരു ഫ്രാക്ഷൻ ഡിവൈഡഡ് ബൈ വേറൊരു ഫ്രാക്ഷൻ. ഇങ്ങനെയാണ് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, താഴെ പറഞ്ഞ അല്ലെ കീപ്പോട്ട് വരുന്നല്ല, താഴെ വരുന്ന ഫ്രാക്ഷൻ എന്ത് ചെയ്യണം, റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ അല്ലെങ്കിൽ മറിച്ചിട്ട് ഗുണിക്കുക എന്നൊക്കെ നമ്മൾ പറയും മലയാളത്തിൽ. അപ്പൊ ഇത്രയേ ഉള്ളൂ, താഴെ വന്ന ഫ്രാക്ഷന് റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യുക, ദാറ്റ് ഈസ് 40/√3 ഇൻറ്റു ഇതിന്റെ റെസിപ്രോക്കൽ എന്ന് പറയുമ്പോൾ √3/2 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ √3 ക്യാൻസൽ ആയിപ്പോയി, 2 ൽ 2 1 ടൈം, 40 20 ടൈംസ്. നമ്മുടെ ഫൈനൽ ആൻസർ കിട്ടി 20 മീറ്റർ എന്ന് പറഞ്ഞു കിട്ടി. അതായത് നമ്മുടെ റിവറിന്റെ ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 20 മീറ്റർ എന്ന് പറഞ്ഞു കിട്ടി. 20 മീറ്റർ എന്ന് പറയും. ഓക്കെ അല്ലേ? അപ്പോ ഇവിടെ നമ്മൾ ഒരു പുതിയ കാര്യം പഠിച്ചു കഴിഞ്ഞു. വ്യക്തമായി നോട്ട് ചെയ്ത് വെക്കണം. നമുക്ക് ഈ ഒരു ഗ്യാപ്പാണ് നമുക്ക് വേണ്ടതെങ്കിൽ, ഫിഗർ എല്ലാം സെയിം തന്നെയാണ്, തൊട്ട് മുന്നുള്ള ക്വസ്റ്റ്യന്റെ അകത്തുള്ള സെയിം ഫിഗർ തന്നെയാണ്. അവിടെ ഹൈറ്റ് ചോദിച്ചു, ഇവിടെ നമുക്ക് ഈ ഒരു ഗ്യാപ്പാണ് ആവശ്യമെങ്കിൽ എന്ത് ചെയ്യണം, എക്സ് ഇൻറ്റു ടാൻ തീറ്റ 1 തീറ്റ 2 പറയുന്നത് ഡിവൈഡഡ് ബൈ ടാൻ തീറ്റ 2 മൈനസ് ടാൻ തീറ്റ 1 എന്നാണ്. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. എ മാൻ സ്റ്റാൻഡിംഗ് ഓൺ ദ ബാങ്ക് ഓഫ് എ റിവർ observes that the angle subtended by a tree on the opposite bank is 60 degree. He walks 36 meters backward on the bank and observes the angle to be 30 degree. What is the breadth of the river? തൊട്ട് മുന്നേ പറഞ്ഞ സെയിം ക്വസ്റ്റ്യൻ തന്നെ, വാല്യൂവിന് മാത്രമേ ചെറിയൊരു വ്യത്യാസമുള്ളൂ. അപ്പൊ RRB NDPC 2021 വന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. RRB NDPCക്ക് വന്ന ക്വസ്റ്റ്യൻ ആണ്, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോ വേറെ ഒരു മാറ്റവും ഇല്ല, സെയിം തന്നെയാണ്. അപ്പൊ ഒരു റിവറിന്റെ ബാങ്കിൽ ഒരു ട്രീ നിൽപ്പുണ്ട് അല്ലെ, ട്രീ നിൽപ്പുണ്ട്. ഇക്കരെ നിന്ന് ഒരാൾ നോക്കി, എത്ര ഡിഗ്രിയിൽ നോക്കി, 60 ഡിഗ്രിയിൽ നോക്കി. ഈ സെയിം ആൾ ഒരു 36 മീറ്റർ ബാക്കിലോട്ട് വന്നല്ലേ, ഒരു 36 മീറ്റർ ഇങ്ങോട്ട്, 36 മീറ്റർ ബാക്കിലോട്ട് വന്നു. ഇവിടെ നിൽക്കുന്ന ആള് ഒരു 36 മീറ്റർ ബാക്കിലോട്ട് വന്നിട്ട് എന്ത് ചെയ്തു, ഈ ട്രീയുടെ മേളിലോട്ട് നോക്കിയപ്പോ അവിടെ ഉണ്ടായ ആംഗിൾ എന്ന് പറഞ്ഞാൽ എത്ര ഡിഗ്രിയും തന്നിട്ടുണ്ട്, 30 ഡിഗ്രി എന്നൊക്കെ പറയാൻ തന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ. ഞാൻ വെറുതെ പേരൊക്കെ കൊടുത്തു, എ എന്നും ബി എന്നും സി എന്നും ഡി എന്നും പറഞ്ഞു കൊടുത്തു. അപ്പോ ഇതാണ് നദി അല്ലേ, നമ്മുടെ നദി എന്ന് പറഞ്ഞാൽ, റിവർ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഗ്യാപ്പാണ് നമുക്ക് പറയാൻ പറ്റുന്നത് റിവർ ആണ് അല്ലെ. ഇവിടെയാണ് റിവർ വരുന്നത്. റിവറിന്റെ കരയിൽ നിന്നുകൊണ്ട് അങ്ങോട്ട് നോക്കിയപ്പോ 60 ഡിഗ്രി ആയിരുന്നു. ഒരു 36 മീറ്റർ എന്ത് ചെയ്തു, ബാക്കിലോട്ട് വന്നു അല്ലെ. ബാക്കിലോട്ട് വന്നിട്ട് നോക്കിയപ്പോ 30 ഡിഗ്രി ആയിട്ട് മാറി. നമ്മൾ നേരത്തെ ചെയ്ത ക്വസ്റ്റ്യനിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഹൈറ്റ് ഓഫ് ദ ടവർ അല്ലെങ്കിൽ ഹൈറ്റ് ഓഫ് ദ ട്രീ ഒക്കെയാണ് നമ്മൾ കണ്ടുപിടിച്ചുകൊണ്ടിരുന്നത്. നമുക്ക് ഇവിടെ ആവശ്യം എന്താണ്, ഈ ഒരു ഗ്യാപ്പാണ്. അല്ലെങ്കിൽ ചുരുക്കി പറഞ്ഞാൽ ഇവിടെ ഈ നദിയുടെ വീതിയാണ് നമുക്ക് ആവശ്യമില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഉറപ്പിച്ചു പറയും, വീതിയാണ് ചോദിക്കുന്നതെങ്കിൽ എക്സ് tan theta 1 divided by tan theta 2 minus
ടാൻ തീറ്റ 1 എന്നാണ്. എക്സ് ഇൻറ്റു ടാൻ തീറ്റ 1. എക്സ് എന്ന് പറഞ്ഞാൽ എത്ര മീറ്റർ നമ്മൾ ബാക്കിലോട്ട് പോകുന്നു, അല്ലെങ്കിൽ ഈ ഒരു ഗ്യാപ്പ് ആണ് എക്സ് എന്ന് പറഞ്ഞാൽ ഇട്ട് കൊടുക്കാം. ദാറ്റ് ഈസ് 36 ഇൻറ്റു ടാൻ തീറ്റ 1 എന്ന് പറഞ്ഞാൽ ടാൻ 30 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 1/√3 ആണ്. 1/√3 ഡിവൈഡഡ് ബൈ ടാൻ തീറ്റ 2 ദാറ്റ് ഈസ് ടാൻ 60 ഡിഗ്രി. ടാൻ 60 ഡിഗ്രി മൈനസ് ടാൻ തീറ്റ 1 എന്ന് പറഞ്ഞാൽ ടാൻ 30 ഡിഗ്രി എന്നാണ്. ടാൻ 30 ഡിഗ്രി എന്നാണ്. ദാറ്റ് ഈസ് 36 ഡിവൈഡഡ് ബൈ √3 ഡിവൈഡഡ് ബൈ ടാൻ 60 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് √3 മൈനസ് 1/√3 എന്നാണ്. വീണ്ടും നമ്മൾ ചെയ്തു വരുമ്പോ 36 ബൈ √3 ഡിവൈഡഡ് ബൈ, ഇവിടെ ക്രോസ് ചെയ്ത് പറയുമ്പോ √3 എന്ന് പറഞ്ഞാൽ 3 ആണ്. 3 മൈനസ് 1 എന്ന് പറഞ്ഞാൽ 2/√3 എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഒരു ഫ്രാക്ഷന്റെ താഴെ വേറൊരു ഫ്രാക്ഷൻ വന്നു കഴിഞ്ഞാൽ താഴെ വരുന്ന ഫ്രാക്ഷൻ നമ്മൾ എന്ത് ചെയ്യണം, റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യണം. അങ്ങനെ നമ്മൾ ചെയ്തു വരുമ്പോ 36 ബൈ √3 ഇൻറ്റു താഴെ തന്നെ റെസിപ്രോക്കൽ ദാറ്റ് ഈസ് √3/2 എന്ന് പറഞ്ഞിട്ട് ഈ √3 ഈ √3 ക്യാൻസൽ ആയിപ്പോയി. 36/2 എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടും. 36/2 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 18 മീറ്റർ. സെറ്റ് ആണ്, ഉറപ്പിച്ചു. നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി 18 മീറ്റർ എന്ന് പറയാം. 18 മീറ്റർ എന്ന് പറയാം. ഇനി നിങ്ങൾ നോട്ട്ബുക്കിലൊക്കെ കുറിക്കുന്നുണ്ടല്ലോ അല്ലേ? അപ്പൊ ഈ പറയുന്ന രണ്ട് ക്വസ്റ്റ്യന് കമ്പയർ ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കൺക്ലൂഷനിൽ എത്താൻ പറ്റുന്നുണ്ടോ? ഈ രണ്ട് ക്വസ്റ്റ്യൻ നമ്മൾ ഈ തൊട്ട് മുന്നേ എഴുതിയ ക്വസ്റ്റ്യനും ഈ ഒരു ക്വസ്റ്റ്യനും തമ്മിൽ കമ്പയർ ചെയ്ത് നമുക്ക് കുറച്ചുകൂടെ എന്ത് ചെയ്യാം, കുറച്ചുകൂടെ നമുക്ക് ഒറ്റയടിക്ക് ആൻസർ ഈ എഴുതാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആൻസറിലോട്ട് എത്താൻ പറ്റും. എന്ന് പറഞ്ഞാൽ കുറച്ചധികം കണ്ടീഷൻസ് ഉണ്ട്. നിങ്ങൾ തന്നെ നോട്ടീസ് ചെയ്തതാണ്. മിക്കവാറും ക്വസ്റ്റ്യൻ അല്ലെ, നമ്മൾ ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ മിക്കവാറും ഒക്കെ വരുന്നത് 30 ഡിഗ്രി 60 ഡിഗ്രിയാണ് അല്ലെ, 30 ഡിഗ്രി 60 ഡിഗ്രി അല്ലേ. അപ്പൊ ഇവിടെ 60 ഡിഗ്രിയാണ്, ഇവിടെ 30 ഡിഗ്രിയാണ്. ഇവർ എന്തുമാത്രം ദൂരം ബാക്കിലോട്ട് വന്നു, 36 മീറ്റർ ബാക്കിലോട്ട് വന്നു. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന നദിയുടെ ബ്രെഡ്ത്ത് എത്രയാണ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ ശ്രദ്ധിച്ചൊന്നും അറിയില്ല. തൊട്ട് മുന്നുള്ള ക്വസ്റ്റ്യനിൽ ഈ ഒരു ഗ്യാപ്പ് 40 ആയിരുന്നു. ആൻസർ നമുക്ക് അതിന്റെ നേരെ പകുതി 20 കിട്ടി. ഈ ക്വസ്റ്റ്യനിൽ 36 ആണ്, അതിന്റെ നേരെ പകുതി ആയിരിക്കും 18 ആയിരിക്കും ആൻസർ. സിമ്പിൾ. പക്ഷേ ഇത് നമ്മുടെ മനസ്സിൽ നിൽക്കണം. നമ്മുടെ മനസ്സിൽ ഈ പറഞ്ഞ ഷോർട്ട് കട്ടുകൾക്കൊക്കെ അതിന്റെതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പൊ നമ്മൾ നന്നായിട്ട് പഠിക്കുന്ന ഒരാളിന്, നന്നായിട്ട് വർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരാളിനെ സംബന്ധിച്ച് വേണ്ട 2 സെക്കൻഡാണ്, 2 സെക്കൻഡ് വേണം, വേണ്ട 1 സെക്കൻഡാണ്. ക്വസ്റ്റ്യൻ ഒന്ന് മനസ്സിലാക്കുക. ഇവിടെ 60 ഡിഗ്രി 30 ഡിഗ്രി ആണ് കേട്ടോ. ഇവിടെ വേറെ 45 ഒക്കെ വന്ന പണിപാളും. അപ്പൊ ഇവിടെ 60, ഇവിടെ വരുന്ന 60, ഇവിടെ വരുന്ന 30 ആണ് അല്ലെ. ഇവിടെ വരുന്ന 60, ഇവിടെ വരുന്ന 30 ആണ്. ഈ ഒരു ഗ്യാപ്പ് അറിയാം. നദിയുടെ ഗ്യാപ്പ് എന്ന് ചോദിച്ചാൽ നേരെ എന്ത് പറഞ്ഞാൽ മതി, ഇവിടെ വരുന്ന വാല്യൂന്റെ നേരെ പകുതി പറഞ്ഞാൽ മതി. ആൻസർ ആയി 18 മീറ്റർ. തൊട്ട് മുന്നുള്ള ക്വസ്റ്റ്യനിൽ നിങ്ങൾ അപ്ലൈ നോക്കി, ഇവിടെ വരുന്ന വാല്യൂന്റെ നേരെ പകുതിയായിരുന്നു ഈ പറഞ്ഞ റിവറിന്റെ ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ. അങ്ങനെ ഒരു ഷോർട്ട് കട്ട് നമുക്ക് കിട്ടി. ഓക്കെ അല്ലേ? അപ്പൊ ക്വസ്റ്റ്യൻ നന്നായിട്ട് അറിയണം. ക്വസ്റ്റ്യൻ എന്താണെന്നുള്ള കാര്യം നന്നായിട്ട് മനസ്സിലാക്കി വെച്ചാലേ ഈ ഒരു ഷോർട്ട് കട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ അല്ലേ? ഒന്ന് അപ്ലൈ നോക്കണം. എങ്ങാനും ഒരു ക്വസ്റ്റ്യൻ ഒരു എക്സാമിന് ഈ ഒരു സെയിം മോഡലുള്ള ക്വസ്റ്റ്യൻ ആണ് വന്നെങ്കിൽ എന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർക്കണം. എന്നെ ഓർത്തിട്ട് ഒരു കാര്യമില്ല, ഷോർട്ട് കട്ട് ഓർക്കണം. അതെങ്ങനെ തന്നെ ഓർക്കുക. ഓക്കെ അല്ലേ? ഷോർട്ട് കട്ട്, അങ്ങനെയുള്ള ഒരു ഷോർട്ട് കട്ട് കൂടെ ഉണ്ട് ഇതിനകത്ത്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. ദ ആംഗിൾ ഓഫ് എലിവേഷൻ ഓഫ് എ പോയിന്റ് എ ഫ്രം ദ ടോപ്പ് ഓഫ് എ ടവർ ടു ദ ഗ്രൗണ്ട് ഈസ് 30 ഡിഗ്രി. When moving to the point X at 20 meter towards the tower, foot of the tower, the elevation angle changes to 60 degree. What is the distance of tower from the point A? What will be the distance of tower from the point A? ശരി. അപ്പോ സിമ്പിൾ ആയിട്ട് നമുക്കൊന്ന് പറഞ്ഞു വരാം. എന്താ പറഞ്ഞിരിക്കുന്നത്? ആംഗിൾ ഓഫ് എലിവേഷൻ ഓഫ് എ പോയിന്റ് എ ഫ്രം ദ ടോപ്പ് ഓഫ് എ ടവർ ടു ദ ഗ്രൗണ്ട് ഈസ് 30 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് നമ്മളൊരു ടവർ ഇങ്ങനെ നോക്കിയപ്പോൾ ഉള്ള ആംഗിൾ ഓഫ് എലിവേഷൻ എന്ന് പറഞ്ഞാൽ എത്ര തന്നിട്ടുണ്ട്? 30 ഡിഗ്രി ആണ് എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ ഒന്നും കൂടെ, എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്നുകൊണ്ട് നമ്മൾ ഒരു ടവറിനെ നോക്കി, അപ്പൊ അവിടെ ഉണ്ടായ ആംഗിൾ ഓഫ് എലിവേഷൻ എന്ന് പറഞ്ഞാൽ 30 ഡിഗ്രിയാണ്. ശരി. അപ്പൊ ഞാൻ സിമ്പിൾ ആയിട്ട് ഇവിടെ ഫിഗർ ഔട്ട് ചെയ്യാണ്. അപ്പൊ നമുക്ക് പറയാം, ഇവിടെ ഒരു ടവർ ഉണ്ട്. എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് ടവറിന്റെ മേലോട്ട് നോക്കി എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് ടവറിന്റെ മേലോട്ട് നോക്കി. അപ്പോഴവിടെ ഉണ്ടായ ആംഗിൾ ഓഫ് എലിവേഷൻ എന്ന് പറഞ്ഞാൽ 30 ഡിഗ്രിയാണ്. അപ്പൊ എ ആണ്. ഈ പോയിന്റ് എയിൽ നിന്നുകൊണ്ട് നോക്കിയപ്പോ ആംഗിൾ ഓഫ് എലിവേഷൻ എന്ന് പറഞ്ഞാൽ 30 ഡിഗ്രിയാണ്. ഇനി എന്താണ്? when moving to the point X at 20 meters towards the foot of the tower, അല്ലെ?
ഈ പറഞ്ഞ ടവറിന്റെ ഫുട്ടിലേക്ക് അങ്ങോട്ട് പോയി എന്നാണ്, ഫുട്ടിലേക്ക് പോയപ്പോ 20 മീറ്റർ പോയപ്പോ അതായത് ഇവിടെ 20 മീറ്റർ ആണ്. എന്നിട്ട് പോയി നിന്ന പോയിന്റ് ഏതാണ്? എക്സ് എന്ന് പറയുന്ന പോയിന്റിലേക്ക് നിന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പോ when moving to the point x which is 20 meter towards the foot of tower, elevation angle changes to 60 degree. അപ്പോ ഇവിടെ നിന്നുകൊണ്ട് മേപ്പോട്ട് നോക്കിയപ്പോൾ ആംഗിൾ ഓഫ് എലിവേഷൻ എന്ന് പറഞ്ഞാൽ that is 60 ഡിഗ്രി ആയിട്ട് മാറി എന്നാ പറഞ്ഞിരിക്കുന്നത്. 60 ഡിഗ്രി ആയിട്ട് മാറി എന്നാ പറഞ്ഞിരിക്കുന്നത്. ഇനി അങ്ങനെയാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ഓഫ് ടവർ ഫ്രം പോയിന്റ് എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് ഈ ടവറിലേക്കുള്ള ഡിസ്റ്റൻസ്. ഈ ഒരു ഡിസ്റ്റൻസ് ആ കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ നിന്ന് എ എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്ന് ടവറിലേക്കുള്ള ഡിസ്റ്റൻസ് ആ കണ്ടുപിടിക്കേണ്ടത്. ഈ ഒരു ഡിസ്റ്റൻസ് ആ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമ്മൾ ഇവിടെ ഓൾറെഡി എ നമ്മുടെ ക്വസ്റ്റനിൽ പറഞ്ഞിട്ടുണ്ട്. ഇത് എക്സ് ആണ്. ഞാൻ ഇവിടെ ബി എന്ന് കൊടുത്തു, ഇത് സി എന്ന് കൊടുത്തു. ഓക്കെ അല്ലേ? ചുരുക്കി പറഞ്ഞാൽ എ ബി എന്ന് പറയുന്ന ഈ ഒരു ഡിസ്റ്റൻസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എ ബി എന്ന് പറയുന്ന ഡിസ്റ്റൻസ്, എ മുതൽ ബി വരെയുള്ള ഡിസ്റ്റൻസ്. അതല്ലേ നമ്മുടെ ക്വസ്റ്റിനകത്ത് പറഞ്ഞിരിക്കുന്നത്? എ മുതൽ ബി വരെയുള്ള ഡിസ്റ്റൻസ് എത്ര എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഇനി തൊട്ടു മുന്നേ ഉള്ള ക്വസ്റ്റ്യനില് ഞാൻ പറഞ്ഞ ഷോർട്ട് കട്ട് അത്യാവശ്യം കത്തിയിട്ടുള്ളവർക്ക് പേന പോലും പിടിക്കേണ്ട ആവശ്യമില്ല, ആൻസർ കിട്ടിക്കഴിഞ്ഞു. ഓക്കെ ആണോ? അപ്പൊ ഒന്നും കൂടെ, തൊട്ടു മുന്നേ പറഞ്ഞ ക്വസ്റ്റ്യനിലുള്ള കണ്ടീഷൻസ് തന്നെയല്ലേ? ഇവിടെ വന്നത് 60 ഡിഗ്രി, ഇവിടെ വന്നത് 30 ഡിഗ്രി അല്ലെ? അപ്പൊ ഇവിടെ വന്നത് 60 ഡിഗ്രിയാണ്, ഇവിടെ വന്ന ആംഗിൾ വാല്യൂ എന്ന് പറഞ്ഞാൽ 30 ഡിഗ്രിയാണ്. ഈ ഒരു ഗ്യാപ്പ് നമുക്കറിയാം 20 ആണ്. അതുകൊണ്ട് ഈ പറയുന്ന ബ്രെഡ്ത്ത് ഓഫ് ദ റിവർ ആണ് നമ്മൾ പഠിച്ചത് അല്ലേ? അല്ലെങ്കിൽ ഈ പറയുന്ന ഗ്യാപ്പ്, ഈ ഒരു ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ നേരെ ഹാഫ് ആയിരിക്കും, ഇതിന്റെ നേരെ ഹാഫ് ആയിരിക്കും എന്നൊക്കെ നമ്മൾ പഠിച്ചു. അപ്പൊ ഒന്നും കൂടെ, ഇവിടെ 60 ആണ്, ഇവിടെ 30 ഡിഗ്രിയാണ്. ഈ ഒരു ഗ്യാപ്പ് 20 ആണെങ്കിൽ, ഈ ഗ്യാപ്പ് നേരെ ഹാഫ് ആയിരിക്കും. അതായത് 10 മീറ്റർ ആയിരിക്കും. ഉറപ്പിക്കാമോ? അപ്പൊ ഈ ഒരു ഗ്യാപ്പ് 20 ആണോ? ഇത് നേരെ ഹാഫ് ആയിരിക്കും, 10 ആയിരിക്കും. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ഓഫ് ടവർ ഫ്രം പോയിന്റ് എ? അല്ലെ, ഈ എയിൽ നിന്ന് ഇതുവരെയുള്ള ഡിസ്റ്റൻസ് അല്ലേ? ഇത്രയും 20, ഇത്രയും 10, ടോട്ടൽ 20 പ്ലസ് 10 ഉറപ്പിച്ചു. നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി 30 മീറ്റർ. ചെയ്തു പോലും നോക്കേണ്ട ആവശ്യമില്ല. ഇനി ഇല്ല, നിങ്ങൾ നേരായ രീതിയിലേ ചെയ്യുള്ളൂ എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഈ പറഞ്ഞ ബി എക്സ് എന്ന് പറഞ്ഞ ലെങ്ത് കാണാനായിട്ട് നമ്മൾ എങ്ങനെ പറയും? എക്സ് ഇൻറ്റു ടാൻ തീറ്റ 1 ഡിവൈഡഡ് ബൈ ടാൻ തീറ്റ 2 മൈനസ് ടാൻ തീറ്റ 1 ചെയ്യുമ്പോൾ നമുക്ക് എന്തെന്ന് തന്നെ കിട്ടും? 10 തന്നെ കിട്ടും. ഇട്ട് കൊടുത്താൽ മതി. 20 പ്ലസ് 10 നമ്മൾ ഉറപ്പിച്ചു. നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി 30 മീറ്റർ എന്ന് പറയാം. ഓക്കെ അല്ലേ? സിമ്പിൾ അല്ലേ? അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ മാർക്ക് കൂട്ടിയാൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. ക്വസ്റ്റ്യന്റെ വലിപ്പം കണ്ടൊന്ന് പേടിക്കേണ്ട കേട്ടോ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഫ്രം ദ ഇനിഷ്യൽ പൊസിഷൻ ഓഫ് എ വിമൻ സ്റ്റാൻഡിംഗ് ഓൺ ദ ഗ്രൗണ്ട് ഫ്ലോർ of a 43.5 meter tall tower, the angle of elevation of top was 60 degree. She moves in a straight line from the position of the tower in such a way that angle of elevation of tower becomes 30 degree from its initial position. Then what will be the changed distance? എന്നാണ്. അപ്പൊ ഒന്നും കൂടെ നന്നായിട്ട് നമുക്കൊന്ന് ക്വസ്റ്റ്യൻ ഒന്ന് മനസ്സിലാക്കി വരാം. എന്താ പറഞ്ഞിരിക്കുന്നത്? ഫ്രം ദ ഇനിഷ്യൽ പൊസിഷൻ ഓഫ് എ വിമൻ സ്റ്റാൻഡിംഗ് ഓൺ ദ ഗ്രൗണ്ട് ഫ്ലോർ ഓഫ് എ 43.5 മീറ്റർ ടോൾ ടവർ. അപ്പോ ഒരു ടവർ ഉണ്ട്, ടവറിന്റെ ആ സെയിം ഗ്രൗണ്ടിൽ തന്നെയാണ് ഒരു സ്ത്രീ നിൽപ്പുണ്ട്. അവർ ഈ പറയുന്ന ടവറിന്റെ ഹൈറ്റ് തന്നിട്ടുണ്ട്. ടവറിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? ദാറ്റ് ഈസ് 43.5 മീറ്റർ ആണ്. 43.5 മീറ്റർ ടവർ അല്ലെ, ലെങ്ത് ഉള്ള അല്ലെങ്കിൽ ഹൈറ്റ് ഉള്ള ഒരു ടവറിനെ അവരെന്ത് ചെയ്തു നോക്കി? ഏത് ആംഗിളിലാണ്? 60 ഡിഗ്രി എന്ന് പറയുന്ന ഒരു ആംഗിൾ ഓഫ് എലിവേഷനിൽ അവർ വീക്ഷിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോ സിമ്പിൾ ആയിട്ട് നമുക്ക് അതിനൊന്ന് ഫിഗർ ആക്കി മാറ്റാം. അപ്പൊ ഇവിടെ ഒരു ടവർ ഉണ്ട്, ഇവിടെ ഒരു ടവർ ഉണ്ട്. ഈ ടവറിനെ ഒരു ലേഡി എന്ത് ചെയ്തു? എത്ര ഡിഗ്രി ആംഗിൾ ഓഫ് എലിവേഷനിൽ നോക്കി? 60 ഡിഗ്രിയിൽ നോക്കി. ഈ ടവറിന്റെ ഹൈറ്റ് തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് 43.5 മീറ്റർ ആണ് എന്ന് പറയുന്നുണ്ട്. ടവറിന്റെ ഹൈറ്റ് തന്നിട്ടുണ്ട്. അപ്പോ ഒന്നും കൂടെ, ഒരു വിമൻ എന്ത് ചെയ്തു? ഒരു ടവറിനെ മേലോട്ട് നോക്കി ആംഗിൾ ഓഫ് എലിവേഷൻ എത്ര ഡിഗ്രിയിലാ? 60 ഡിഗ്രിയിൽ നോക്കി എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്. എന്താ പറഞ്ഞിരിക്കുന്നത്? ഷീ മൂവ്സ് ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ ഫ്രം ദ പൊസിഷൻ ഓഫ് ടവർ അല്ലെ, ഈ പറയുന്ന ടവറിന്റെ പൊസിഷനിൽ എന്ത് ചെയ്തു? ഇൻ സച്ച് എ വേ ദാറ്റ് ദ ആംഗിൾ ഓഫ് എലിവേഷൻ ഓഫ് ടവർ ബിക്കംസ് 30 ഡിഗ്രി. ഇങ്ങോട്ട് മാറി എന്നാ പറഞ്ഞിരിക്കുന്നത്. കുറെ കൂടെ ഇങ്ങോട്ട് മാറിയപ്പോ ആംഗിൾ ഓഫ് എലിവേഷൻ എത്രയായിട്ട് മാറി?
30 ഡിഗ്രി ആയിട്ട് മാറി എന്നാ പറഞ്ഞിരിക്കുന്നത്. ആംഗിൾ ഓഫ് എലിവേഷൻ ഇവിടെ ഇത് 30 ഡിഗ്രി ആയിട്ട് മാറി എന്നാ പറഞ്ഞിരിക്കുന്നത്. 30 ഡിഗ്രി ആയിട്ട് മാറി എന്നാ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വാട്ട് വിൽ ബി ദ ചേഞ്ച്ഡ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഡിസ്റ്റൻസ് എത്ര മീറ്റർ ബാക്കിലോട്ട് വന്നു എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഞാൻ ഈ പൊസിഷൻസ് ഒക്കെ പേര് കൊടുക്കുകയാണ്. എ എന്നും ബി എന്നും സി എന്നും ഡി എന്നും പറഞ്ഞു കൊടുത്തു. അപ്പൊ ഒന്നും കൂടെ ആദ്യം ഈ പറയുന്ന ആള് ഇവിടെ നിന്ന് നോക്കിയപ്പോ 60 ഡിഗ്രിയിൽ നോക്കിയപ്പോ 43.5 മീറ്റർ ഹൈറ്റ് ഉള്ള ടവറിനെ ഇവിടെ നിന്ന് നോക്കി 60 ഡിഗ്രിയിൽ നോക്കി. എന്നിട്ട് എന്തെങ്കിലും എത്രയോ മീറ്റർ ബാക്കിലോട്ട് വന്നു. അപ്പോഴുള്ള ആംഗിൾ ഓഫ് എലിവേഷൻ എന്ന് പറയുന്നത് എത്രയാണ്? 30 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ കണ്ടുപിടിക്കേണ്ട കാര്യം എന്താണ്? ഈ പറയുന്ന ഡിസ്റ്റൻസ് ആണ്. എത്ര മീറ്റർ ബാക്കിലോട്ട് വന്നു, അല്ലെങ്കിൽ ചുരുക്കി പറഞ്ഞാൽ DC എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. DC എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ അല്ലേ? ശരി. അപ്പൊ ഇതിനെ നമ്മൾ തൊട്ട് മുമ്പേ ചെയ്ത ഒരു 3 ക്വസ്റ്റ്യൻ മുമ്പേ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ആദ്യം ചെയ്ത 1-2 ക്വസ്റ്റ്യനുമായിട്ട് കണക്ട് ചെയ്ത് പറയാം അല്ലെ. ഈ ഒരു ഡിസ്റ്റൻസ് അറിയാമെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഇവിടെ നമുക്ക് എന്തെന്ന് പറയാം, എക്സ് എന്ന് പറഞ്ഞെടുക്കുകയാണെങ്കിൽ, ഈ ഒരു ഡിസ്റ്റൻസിനെ നമ്മൾ എക്സ് എന്ന് പറഞ്ഞെടുക്കുകയാണെങ്കിൽ ഹൈറ്റ് ഓഫ് ദ ടവറിന് നമ്മൾ എങ്ങനെ പറയുമായിരുന്നു? എക്സ് ടാൻ തീറ്റ 1 ടാൻ തീറ്റ 2 ഡിവൈഡഡ് ബൈ ടാൻ തീറ്റ 2 മൈനസ് ടാൻ തീറ്റ 1 എന്നല്ലേ? അങ്ങനെയല്ലേ നമ്മൾ പറഞ്ഞത്? അങ്ങനെയല്ലേ നമ്മൾ പഠിച്ച് സെറ്റ് ചെയ്തത് അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് എക്സ് കണ്ടുപിടിച്ചു കൊടുത്താൽ മതി. സെയിം തന്നെയാണ് ഇക്വേഷൻ, അത് ഇട്ട് നമ്മൾ കണ്ടുപിടിക്കുന്ന കാര്യമുള്ളൂ. അപ്പൊ പറഞ്ഞു വരാം, നമുക്ക് ഇങ്ങനെ പറയാം, എക്സ് ഇൻറ്റു ടാൻ തീറ്റ 1 ദാറ്റ് ഈസ് ടാൻ 30 ഡിഗ്രി ഇൻറ്റു ടാൻ തീറ്റ 2 ദാറ്റ് ഈസ് ടാൻ 60 ഡിഗ്രി ഡിവൈഡഡ് ബൈ ടാൻ 60 ഡിഗ്രി മൈനസ് ടാൻ 30 ഡിഗ്രി ചെയ്യുമ്പോൾ നമുക്ക് ഹൈറ്റ് എത്രാന്ന് കിട്ടും? 43.5 എന്ന് പറഞ്ഞു കിട്ടും. ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 43.5 എന്ന് പറഞ്ഞു കിട്ടും. ഇതിൽ നിന്ന് എന്ത് കണ്ടുപിടിച്ചാൽ മതി? ഈ പറയുന്ന എക്സ് എന്താണ് എന്ന് കണ്ടുപിടിച്ചെടുത്താൽ മതി. എക്സ് എന്താണെന്നുള്ള കാര്യം നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്താൽ മതി. ഓക്കെ അല്ലേ? ശരി. അപ്പൊ നമുക്ക് ഇതിനകത്തൊക്കെ നമുക്കൊന്ന് സോൾവ് ചെയ്യാം. എക്സ് നമുക്ക് അറിഞ്ഞുകൂടാ, ഞാൻ എക്സ് എന്ന് തന്നെ ഇട്ട് കൊടുത്തു. ടാൻ 30 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 1/√3 ആണ്. ടാൻ 60 എന്ന് പറഞ്ഞാൽ √3 ആണ്. ഹോൾ ഡിവൈഡഡ് ബൈ ടാൻ 60 ദാറ്റ് ഈസ് √3 മൈനസ് 1/√3 ചെയ്യുമ്പോൾ നമുക്ക് എത്രാന്ന് കിട്ടണം? 43.5 എന്ന് പറഞ്ഞു കിട്ടും. ഇവിടെ ഇതും ക്യാൻസൽ ആയി പോയി. ശരി. വീണ്ടും നമുക്ക് ന്യൂമറേറ്ററിൽ ഒരു എക്സ് ഉണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നു എന്നാണ് എന്റെ വിശ്വാസം. എക്സ് ഡിവൈഡഡ് ബൈ 3 മൈനസ് 1 അല്ലെ? √3 എന്ന് പറഞ്ഞാൽ നമ്മൾ പല എല്ലാ ക്വസ്റ്റനും അങ്ങനെ ചെയ്തതാണ്. √3 എന്ന് പറഞ്ഞാൽ 3 മൈനസ് 1 എന്ന് പറഞ്ഞാൽ 2/√3 എന്ന് പറയുന്നത്. 2/√3 ഈക്വൽ ടു 43.5 എന്ന് പറഞ്ഞിട്ട്. ഓക്കെ അല്ലേ? അപ്പോ നമുക്ക് ആവശ്യം എക്സ് ആണ്. നമുക്ക് ഈ 2/√3 മൊത്തത്തോടെ ഇവിടെ കൊണ്ടുവയ്ക്കാൻ പറ്റും. ഓക്കെ ആണോ? അപ്പൊ ഒന്നും കൂടെ എക്സ് ബൈ ഒരു നമ്പർ എന്നാണ്. എക്സ് ബൈ ഇവിടെ ഒരു 5 ആണെന്ന് വെച്ചു, വെറുതെ ഞാൻ 5 എന്നൊരു നമ്പർ ആണെങ്കിൽ ഈ 5 മൊത്തത്തിലല്ലേ നമ്മൾ ഇങ്ങോട്ട് ക്രോസ് ചെയ്തുകൊണ്ടുള്ളൂ. അതേപോലെ എക്സ് ഡിവൈഡഡ് ബൈ ഇവിടത്തെ നമ്പർ എന്ന് പറഞ്ഞാൽ 2/√3 ആണ്. 2/√3 മൊത്തത്തിൽ ഇവിടെ കൊണ്ടുവച്ചു. അപ്പൊ എക്സ് ഈക്വൽ ടു 43.5 ഇൻറ്റു 2/√3 എന്ന് പറയാം. 2/√3 ഇൻറ്റു 2/√3. ശരി. നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 43.5 ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ 43.5 ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ 43ന്റെ ഡബിൾ എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? 87/√3 എന്ന് പറയുന്നത്. 87/√3 which is equal to 87/√3 എന്നാണ്. 87 divided by √3. അപ്പൊ ഇങ്ങനൊരു ആൻസർ നമ്മുടെ ഓപ്ഷനിൽ ഇല്ല. അപ്പൊ ഞാൻ ഇതിന്റെ ബാക്കി സിംപ്ലിഫിക്കേഷൻ ഞാൻ ഇവിടെ ഒന്ന് റബ്ബ് ചെയ്തിട്ട് എഴുതാമേ. ബാക്കി സിംപ്ലിഫിക്കേഷൻ. അപ്പൊ ഇത്രയും കാര്യം സെറ്ററിൽ ഞാൻ ഇവിടെ സ്പേസ് കുറവായതുകൊണ്ട് ബാക്കി ഞാൻ ഇവിടെ റബ്ബ് ചെയ്തിട്ട് എഴുതാൻ പോവുകയാണ്. ശരി, പറഞ്ഞു വരാം. അപ്പൊ നമ്മൾ ചെയ്തെടുക്കുമ്പോ നമുക്ക് ഇതുവരെ കിട്ടിയത് എത്രയാണ്? 87/√3 എന്നാണ്. 87 ഡിവൈഡഡ് ബൈ √3. ഈ √3 മാറ്റാനായിട്ട് ഞാൻ മേളിലും താഴെയും എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു? √3. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലേക്ക് ചെയ്താണ്. ന്യൂമറേറ്ററിലും √3 കൊണ്ട് മൾട്ടിപ്ലൈ, ഡിനോമിനേറ്ററിലും √3 കൊണ്ട് മൾട്ടിപ്ലൈ. അപ്പൊ ഇത് ചേർത്ത് പറയുമ്പോൾ നമുക്ക് എങ്ങനെ പറയാം? ചേർത്ത് പറയുമ്പോൾ 87√3 എന്ന് പറയാം. 87√3 ഡിവൈഡഡ് ബൈ √3 ഇൻറ്റു √3 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 3 ആണ് അല്ലേ? 3 1 ടൈം, 8 3 2 ടൈംസ്, 27 9 ടൈംസ്.
നമുക്ക് ചേർത്ത് പറയുമ്പോൾ 29√3 മീറ്റർ എന്ന് പറയും. 29√3. നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി 29√3 എന്ന് പറഞ്ഞു. 29√3 എന്ന് പറഞ്ഞു. ശരി, സത്യം പറഞ്ഞാൽ ഇതിനകത്ത് ഒന്നുമില്ല. നമ്മൾ ആ ഒരു എക്സിന്റെ വാല്യൂ കണ്ടുപിടിച്ച് എടുക്കുന്നതിലാണ് കാര്യം. ഇനി നമ്മൾ പഠിച്ച ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച ആദ്യത്തെ 1-2 ക്വസ്റ്റ്യൻസുമായിട്ട് കണക്ട് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിന്റെ ആൻസറിലോട്ട് പെട്ടെന്ന് നമുക്ക് ആൻസറിലോട്ട് എത്താൻ പറ്റും. ഓക്കെ അല്ലേ? അപ്പോ അത്യാവശ്യം ഇത് നന്നായിട്ട് മനസ്സിലായെന്നുള്ള വിശ്വാസം. RRB ഗ്രൂപ്പ് ഡിക്ക് വന്നാണ് കേട്ടോ. ഗ്രൂപ്പ് ഡി 2018 വന്ന ക്വസ്റ്റൻ ആണ്. ഗ്രൂപ്പ് ഡി 2018 ചോദിച്ച ക്വസ്റ്റൻ ആയിരുന്നു. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ മാർക്ക് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. The angles of depression of two houses of same height from the top of a building are 45 degree and 30 degree towards east. If the two houses are 50 meter apart, what will be the height of the building? അങ്ങനെയാണെങ്കിൽ ബിൽഡിംഗിന്റെ ഹൈറ്റ് എത്രയെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഒന്നും കൂടെ എന്താ പറഞ്ഞിരിക്കുന്നത്? The angle of depression of two houses of same height from the top of a building. അപ്പൊ നമ്മൾ ഇതുവരെ നോക്കിക്കൊണ്ടിരുന്നത് എന്താണ്? ആംഗിൾ ഓഫ് എലിവേഷൻ. ഞാൻ ബേസ് പറഞ്ഞു കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആംഗിൾ ഓഫ് എലിവേഷൻ എന്ന് പറയുന്നത് നമ്മൾ മേലോട്ട് നോക്കുന്നതിന് നമ്മൾ ആംഗിൾ ഓഫ് എലിവേഷൻ എന്നും, നമ്മൾ താഴോട്ട് നോക്കുമ്പോൾ അവിടെ ഫോം ചെയ്യുന്ന ആംഗിളിനെ നമ്മൾ എന്തെന്ന് പറയും? ആംഗിൾ ഓഫ് ഡിപ്രഷൻ എന്നും പറയും. ശരി, അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് the angles of depression of two houses of same height from the top of a building. അപ്പോ നമ്മളൊരു ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് എന്ത് ചെയ്യുന്നു? താഴേക്കുള്ള 2 വീടുകളെ നോക്കുന്നതാ പറഞ്ഞിരുന്നു. ഒരേ ഹൈറ്റിലുള്ള, അല്ലെങ്കിൽ വെറുതെ അങ്ങനെ പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, ഒരേ ഹൈറ്റിൽ നിന്നൊന്നും പറയണം നിർബന്ധമില്ല. അപ്പൊ ഒരു ബിൽഡിങ്ങിന്റെ മേളിൽ കയറി നിന്നിട്ട് താഴോട്ട് 2 ബിൽഡിങ്ങിനെ ഞാൻ നോക്കി. അപ്പൊ ഒന്നും കൂടെ എങ്ങനെയാണ്? ഒരു ബിൽഡിങ്ങിന്റെ ആംഗിൾ ഓഫ് ഡിപ്രഷൻ ഓഫ് 2 houses of same height from the top of a building are 45 degree and 30 degree towards east എന്നാ പറഞ്ഞിരിക്കുന്നത്. towards east എന്നൊക്കെ പറയുന്നത്. ശരി, അപ്പൊ ഈസ്റ്റ് ഇതിൽ കാര്യമില്ല. ഈസ്റ്റ് ആയിക്കോട്ടെ, വെസ്റ്റ് ആയിക്കോട്ടെ, എന്തെങ്കിലും ആവട്ടെ. അപ്പൊ ഇവര് വെറുതെ ഈ ഒരു ക്വസ്റ്റൻ അത് ഈസ്റ്റ് എന്നൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈസ്റ്റ് എന്ന് തന്നെ പറയാം. അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് ഒരു ബിൽഡിംഗ് ഞാൻ ഇവിടെ വരച്ച ഒരു ബിൽഡിംഗ് ഒരു ബിൽഡിംഗ് ഉണ്ട്. ഈ ബിൽഡിങ്ങിന്റെ മേളിൽ നിന്ന് ഈസ്റ്റിലേക്കുള്ള, ഈസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ റൈറ്റ് ഹാൻഡ് സൈഡിലോട്ടല്ലേ പറയാറ്. അപ്പൊ നമുക്ക് ഇങ്ങനെ പറയാം, ഒരു ബിൽഡിങ്ങിന്റെ മേളിൽ നിന്ന് ഈസ്റ്റിലോട്ടുള്ള 2 ബിൽഡിങ്ങിനെ ആശാൻ വീക്ഷിച്ചു നോക്കുന്നുണ്ട്. ഓക്കെ അല്ലേ? 2 ബിൽഡിങ്ങിനെ നോക്കുന്നുണ്ട്. അപ്പോ ഒന്നാമത്തെ ബിൽഡിംഗ് ഇവിടെ ഇരിക്കണമെങ്കിൽ ഇതിനെ ഇങ്ങനെ നോക്കി, രണ്ടാമത്തെ ബിൽഡിംഗ് ഇവിടെ ഇരിക്കുന്നെങ്കിൽ, അല്ലെങ്കിൽ അങ്ങോട്ട് വരയ്ക്കാം, അല്ലെങ്കിൽ ഇവിടെ വരയ്ക്കാം. രണ്ടാമത്തെ ബിൽഡിംഗ് ഇവിടെ ഇരിക്കുന്നെങ്കിൽ ഇവിടെ ഇങ്ങോട്ട് വരച്ചു. ഓക്കെ ആണോ? അപ്പൊ ഒന്നും കൂടെ, ഒരു ബിൽഡിങ്ങിന്റെ മേളിൽ നിന്ന് ഇവിടെ 2 ബിൽഡിംഗ് ഇരിപ്പുണ്ട്. ഇവിടെ 2 ബിൽഡിംഗ് ഇരിപ്പുണ്ട്. 2 ബിൽഡിംഗ് ഉണ്ട്. ഇവിടെ ഒരു ബിൽഡിംഗ് ഉണ്ട്, ഇവിടെ ഒരു വേറൊരു ബിൽഡിംഗ് ഉണ്ട്. ഈ 2 ബിൽഡിങ്ങിനെ നോക്കുന്നതാ പറഞ്ഞിരിക്കുന്നത്. 2 ബിൽഡിങ്ങിനെ നോക്കുന്നുണ്ട്. അപ്പൊ ഒന്നും കൂടെ, ആംഗിൾ ഓഫ് ഡിപ്രഷൻ ഓഫ് 2 houses ഓഫ് സെയിം ഹൈറ്റ് ഫ്രം ദ ടോപ്പ് ഓഫ് എ ബിൽഡിംഗ് 45 degree and 30 degree എന്നൊക്കെയാ പറഞ്ഞിരിക്കുന്നത്. ശരി, അപ്പൊ വെറുതെ നമുക്ക് ഫിഗർ ഒന്ന് ഫിനിഷ് ചെയ്യാനായിട്ട് ഞാൻ ഇങ്ങനെ ഫിനിഷ് ചെയ്തു. അപ്പോ നമുക്ക് പറയാം, ഇവിടെ ഒരു ബിൽഡിംഗ് ഇരിപ്പുണ്ട്, ഇവിടെ ഒരു ബിൽഡിംഗ് ഇരിപ്പുണ്ട്. ഈ 2 ബിൽഡിങ്ങിനെ മേളിൽ നിന്നുകൊണ്ട് ഒരാൾ നോക്കുകയാണ്. ഇനി പറഞ്ഞിട്ടുണ്ട് അവിടുത്തെ ആംഗിൾ ഓഫ് ഡിപ്രഷൻ എത്രന്നാ പറഞ്ഞിരിക്കുന്നത്? 45 ഡിഗ്രിയും 30 ഡിഗ്രിയും എന്നൊക്കെയാ പറഞ്ഞിരിക്കുന്നത്. അപ്പോ ആംഗിൾ ഓഫ് ഡിപ്രഷൻ വരുന്ന സമയത്ത് നമ്മൾ നല്ലപോലെ ഒന്ന് ആലോചിക്കണം. അപ്പൊ ആംഗിൾ ഓഫ് ഡിപ്രഷൻ എന്താണെന്നുള്ള സമയത്ത്, എന്താണ് എന്ന് ഞാൻ പറഞ്ഞ ആ ബേസ് പറഞ്ഞ ടൈമിൽ ഞാൻ പറഞ്ഞു, എന്താ, നമുക്കൊരു നോർമൽ ലൈൻ ഓഫ് സൈറ്റ് ഉണ്ട്, അല്ലെങ്കിൽ നോർമൽ ലൈൻ ഓഫ് സൈറ്റിൽ നിന്ന് നമ്മൾ മാറി മേലോട്ട് നോക്കുമ്പോൾ ഈ നോർമലിനും ആ മേലോട്ടുള്ള ലൈൻ ഓഫ് സൈറ്റിന് ഉള്ളിൽ വരുന്ന ആംഗിൾ ആണിത് ആംഗിൾ ഓഫ് എലിവേഷൻ. ഇനി ആംഗിൾ ഓഫ് ഡിപ്രഷൻ അത് തന്നെയാണ്. നമുക്ക് നോർമലി നോക്കുമ്പോൾ അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾ നോക്കുമ്പോൾ നോർമൽ ലൈൻ ഓഫ് സൈറ്റ്, അല്ലെ? നോർമൽ ലൈൻ ഓഫ് സൈറ്റിന് ഇനി നമ്മൾ താഴോട്ട് നോക്കുമ്പോൾ താഴോട്ടുള്ള ലൈൻ ഓഫ് സൈറ്റ് ഉണ്ട്, അല്ലെ? അപ്പൊ ഈ നോർമൽ ലൈൻ ഓഫ് സൈറ്റിന് താഴോട്ടുള്ള ലൈൻ ഓഫ് സൈറ്റിന് ഉള്ളിൽ വരുന്ന ആംഗിൾ ആണെന്ത്? ആംഗിൾ ഓഫ് ഡിപ്രഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഒന്നും കൂടെ, എങ്ങനെയാണ്? ഈ ഒരു നോർമലായിട്ട് നമ്മൾ നോക്കുമ്പോൾ ഈ നോർമൽ ലൈൻ ഓഫ് സൈറ്റിനും നമ്മൾ താഴോട്ട് നോക്കുമ്പോഴുള്ള ലൈൻ ഓഫ് സൈറ്റിനും ഉള്ളിൽ വരുന്ന ആംഗിൾ ആണെന്ത്? ആംഗിൾ ഓഫ് ഡിപ്രഷൻ എന്നുള്ളത് നല്ല വ്യക്തമായിട്ട് മനസ്സിലാക്കണം. കാരണം ഞാൻ നിങ്ങൾക്ക് പറ്റുന്ന തെറ്റും കൂടെ എന്തെന്ന് പറഞ്ഞുതരാം. നമ്മൾ ഈ ഒരു ഫിഗർ ഒക്കെ വരച്ചിട്ട് നമ്മൾ ഇവിടെ കൊണ്ടങ്ങ് മാർക്ക് ചെയ്തു, ഈ 2 ആംഗിൾസിനെ ആംഗിൾ ഓഫ് ഡിപ്രഷൻ ആയിട്ട് പറയും. അതല്ല.
അപ്പൊ ആംഗിൾ ഓഫ് ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ എലിവേഷൻ അങ്ങനെ തന്നെയാണ്. ആംഗിൾ ഓഫ് ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ നോർമൽ ലൈൻ ഓഫ് സൈറ്റും താഴോട്ട് നോക്കണ ലൈൻ ഓഫ് സൈറ്റും തമ്മിലുള്ള അവിടെ ഫോം ചെയ്യുന്ന ആംഗിളിനെയാണ് നമ്മൾ എന്തെന്ന് പറയേണ്ടത്? ആംഗിൾ ഓഫ് ഡിപ്രഷൻ എന്ന് പറയേണ്ടത്. ആംഗിൾ ഓഫ് ഡിപ്രഷൻ എന്ന് പറയേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയും ഇവിടെ ഉള്ള നോർമൽ ലൈൻ ഓഫ് സൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമലി സ്ട്രെയിറ്റ് ആയിട്ട് നോക്കുന്നത് ഇങ്ങനെയല്ലേ. അപ്പൊ മേളിൽ നിന്നോട്ട് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് നോക്കണത് എങ്ങനെ പോകും? ഇതാണ് നോർമൽ ലൈൻ ഓഫ് സൈറ്റ്. ഇതാണ് നോർമൽ ലൈൻ ഓഫ് സൈറ്റ്. ഓക്കെ ആണോ? നോർമൽ ലൈൻ ഓഫ് സൈറ്റ്. അപ്പോ നോർമൽ ലൈൻ ഓഫ് സൈറ്റിനും നമ്മുടെ താഴോട്ടുള്ള ഡിപ്രസ്ഡ് അല്ലെ, താഴോട്ടുള്ള നമ്മൾ നോക്കുന്ന ലൈൻ ഓഫ് സൈറ്റും തമ്മിലുള്ള ആംഗിൾ ആണിത് ആംഗിൾ ഓഫ് ഡിപ്രഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെയൊക്കെ ഫോം ചെയ്യുന്ന ആംഗിൾ ഓഫ് ഡിപ്രഷൻ എത്ര കിലോ എന്നാണ് പറഞ്ഞിരിക്കുന്നത്? ആദ്യത്തത് 45 ഡിഗ്രി എന്നാണ്. അപ്പോ ഈ ആദ്യത്തെ വീട്ടിൽ നോക്കുമ്പോൾ 45 ഡിഗ്രി, അതായത് ഇത് മുതൽ ഇതുവരെയുള്ള ആംഗിൾ, അത് 45 ഡിഗ്രി. ഇനി രണ്ടാമത്തെ ആംഗിൾ എന്ന് പറഞ്ഞാൽ 30 ഡിഗ്രി, അതായത് നോർമലും ഈ ലൈൻ ഓഫ് സൈറ്റിനുള്ളിൽ ആംഗിൾ, ഈ ആംഗിൾ എന്ന് പറഞ്ഞാൽ എത്ര ഡിഗ്രിയാ? 30 ഡിഗ്രിയാണ്. അപ്പോ പറ്റുന്ന തെറ്റുൾപ്പെടെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അറിയാതെ പോലും ഇവിടെ കൊണ്ടുവച്ച് മാർക്ക് ചെയ്ത് വെക്കരുത്. ഈ രണ്ട് ആംഗിളിലും മാർക്ക് ചെയ്ത് വെച്ച് കളയരുത്. അപ്പൊ ആംഗിൾ ഓഫ് ഡിപ്രഷൻ അത് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഈ പറയുന്ന ആംഗിൾ ഓഫ് എലിവേഷൻ ആണെങ്കിൽ അങ്ങനെ പെട്ടെന്ന് തെറ്റ് പറ്റാറില്ല. അങ്ങനെയുള്ള ചോദ്യങ്ങളായതുകൊണ്ട് അങ്ങനെ പെട്ടെന്ന് തെറ്റ് പറ്റാറില്ല. അപ്പൊ ഈ ഒരു കേസിനകത്ത് ഒരുപാട് പേർക്ക് പറ്റുന്ന മിസ്റ്റേക്ക് ആണ്. അപ്പൊ അറിയാതെ പോലും ഈ രണ്ട് ആംഗിൾസിനെ മാർക്ക് ചെയ്യരുത്. അപ്പൊ വ്യക്തമായിട്ട് മനസ്സിലാക്കുക, ഈ ഒരു നോർമൽ ലൈൻ ഓഫ് സൈറ്റ് നമ്മള് ഈ ആദ്യത്തെ വീട് നോക്കുമ്പോഴുള്ള ലൈൻ ഓഫ് സൈറ്റ് എന്ന് പറയുന്നത് ഏതാ? അല്ലെ, ഇവിടെ ഇരിക്കുന്ന ഈ ഹൗസിനെ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ഉള്ള ലൈൻ ഓഫ് സൈറ്റ് എന്ന് പറയുന്നത് ഇതും ഈ നോർമലിനുള്ളിൽ ആംഗിൾ, ദാറ്റ് ഈസ് 45 ഡിഗ്രി. ഇനി ഇവിടെ നോർമൽ രണ്ടാമത്തെ വീട് നോക്കുന്നത് അല്ലെ, ഇവിടെ നിന്നുകൊണ്ട് നമ്മൾ രണ്ടാമത്തെ വീട് നോക്കണമെങ്കിൽ അവിടെയുള്ള ലൈൻ ഓഫ് സൈറ്റ് ഇതാണ്. ഈ ലൈൻ ഓഫ് സൈറ്റിനും ഈ നോർമൽ ലൈൻ ഓഫ് സൈറ്റിനുള്ളിൽ ആംഗിൾ, ദാറ്റ് ഈസ് 30 ഡിഗ്രി. ഓക്കെ അല്ലേ? അപ്പൊ ആംഗിൾ ഓഫ് ഡിപ്രഷൻ. ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ ഫിഗർ ഔട്ട് ചെയ്തു. ശരി, അങ്ങനെയാണെങ്കിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇഫ് ദ ടു ഹൗസസ് ആർ 50 മീറ്റർ അപ്പാർട്ട് എന്ന് പറഞ്ഞാൽ ഈ രണ്ട് വീടുകളും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ അത് 50 മീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. 50 മീറ്റർ. ഓക്കെ അല്ലേ? ഞാൻ അപ്പൊ ഇവിടെ ജസ്റ്റ് പേരൊക്കെ കൊടുക്കുകയാണ്. ഇവിടെ എ എന്നും ഇത് ബി എന്നും ഇത് സി എന്നും ഇത് ഡി എന്നും നമ്മൾ സെറ്റ് ചെയ്യും. ഓക്കെ അല്ലേ? ശരി, അപ്പൊ നമ്മൾ തൊട്ടു മുന്നേ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന ക്വസ്റ്റ്യൻസുമായിട്ട് അല്ലെങ്കിൽ ആ ഒരു ഫിഗറുമായിട്ട് എന്തൊക്കെ ഒരു കണക്ഷൻ ഉള്ളതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നു? കണക്ഷൻ ഉണ്ട്. എന്തൊക്കെ ഒരു കണക്ഷൻ ഉള്ളതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അല്ലെ? അപ്പോ ഒന്നും കൂടെ നമ്മൾ മേളിൽ നിന്ന് രണ്ട് വീടുകളെ നോക്കിയാണ്. ഈ വീടിനെ നോക്കിയത് ഈ ഒരു ആംഗിൾ ഓഫ് ഡിപ്രഷനിലാണ്. അത് ഇവിടെ കൊണ്ട് മാർക്ക് ചെയ്ത് വെക്കരുത്. അത് ഇവിടെയാണ്, 45 ഡിഗ്രിയാണ്. രണ്ടാമത്തെ വീടിനെ നോക്കിയത് 30 ഡിഗ്രി ആംഗിൾ ഓഫ് ഡിപ്രഷൻ ആണ്. അത് ഇവിടെയല്ല, അത് ഇവിടെയാണ്. നോർമലിലും ഈ ഒരു ലൈൻ ഓഫ് സൈറ്റിനുള്ളിൽ വരുന്ന ആംഗിളാണ്. ഓക്കെ അല്ലേ? ഇനി ഇവിടെ നിന്നുകൊണ്ട് വേറൊരു ബേസ് നമ്മൾ അറിയണം. പാരലൽ ലൈൻസുമായിട്ട് ബന്ധപ്പെട്ട റൂൾ. പാരലൽ ലൈൻസ് അല്ലെ, രണ്ട് പാരലൽ ലൈൻസ് പോവുകയാണെങ്കിൽ, രണ്ട് പാരലൽ ലൈൻസ് ഇങ്ങനെ കട്ട് ചെയ്ത് പോവുകയാണെങ്കിൽ, രണ്ട് പാരലൽ ലൈൻസ് ഉണ്ട്. അതിനെ നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്ത് പോവുകയാണെങ്കിൽ ഈ ആംഗിളും എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഈ രണ്ട് ആംഗിൾസും ഇതിനെ നമ്മൾ ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് എന്നൊക്കെ പറയും. അപ്പോ ഇതൊരു പാരലൽ ലൈൻ ആണ് അല്ലെ. ഇങ്ങനെ പോകുന്ന ഈ രണ്ട് ലൈൻസ്, ഈ ലൈനും അപ്പോ ഈ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഈ രണ്ട് ലൈൻസ് ഒന്നാണ് പാരലൽ ലൈൻസ് ആണ്. അതിനെ കട്ട് ചെയ്ത് വരയ്ക്കുന്ന ട്രാൻസ്വേഴ്സൽ ആണ്, അല്ലെങ്കിൽ കട്ട് ചെയ്ത് പോകുന്ന ലൈനാണ് ഇത്. ഈ ആംഗിൾ 30 ഡിഗ്രി ആണെങ്കിൽ ഈ ആംഗിൾ എന്തായിരിക്കും? 30 ഡിഗ്രി ആയിരിക്കും. ദാറ്റ് ഈസ് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്യണം. ഈ ആംഗിൾ എന്ന് പറഞ്ഞാൽ 30 ഡിഗ്രി ആയിരിക്കും. ആണേ. അപ്പൊ ഒന്നും കൂടെ, ഇത് 30 ആണോ? ഇതും 30. ഇത്രയും 45 ആണോ? ഇത്രയും 45 ആയിരിക്കും. ഇതും 45 ഡിഗ്രി ആയിരിക്കും. ഓക്കെ ആണോ? സെറ്റ് അല്ലേ? അപ്പൊ ഒന്നും കൂടെ, ഇത് രണ്ടും പാരലൽ ലൈൻസ് ആണ്. അതിനെ കട്ട് ചെയ്ത് വരയ്ക്കുന്നു. ഈ ആംഗിളും ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് ആണ്. പാരലൽ ലൈൻ ആണ്. ഇങ്ങനെ ഒരു ട്രാൻസ്വേഴ്സൽ കട്ട് ചെയ്ത് പോകുന്നു. ഈ ആംഗിളും എന്താണ്? ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് ആണ്. ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. അതായത് ഇവിടെ 30 ഡിഗ്രി, ഇവിടെ എന്തായിരിക്കും? 45 ഡിഗ്രി ആയിരിക്കും. ഓക്കെ അല്ലേ? ശരി, ഇനി നമ്മൾ വ്യക്തമായിട്ട് നോക്കുമ്പോ നമുക്ക് എന്താ കണ്ടുപിടിക്കണ്ടേ? വാട്ട് വിൽ ബി ദ ഹൈറ്റ് ഓഫ് ബിൽഡിംഗ്? അതായത് എ ബി ആണ് നമുക്ക് കണ്ടുപിടിച്ചു കൊടുക്കേണ്ടത്. വാട്ട് വിൽ ബി ദ ഹൈറ്റ് ഓഫ് ബിൽഡിംഗ് എന്നാണ്
ചുരുക്കി പറഞ്ഞാൽ എ ബിയുടെ ഹൈറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ച ക്വസ്റ്റ്യനുമായിട്ട് റിലേഷൻ ഇല്ലേ? അല്ലെ നമ്മൾ നോക്കുന്നത് നമ്മൾ ഇന്ന് പഠിച്ച ഫസ്റ്റ് ഒരു 1-2 ക്വസ്റ്റ്യൻസ് ഒക്കെ എന്താ പറഞ്ഞിരിക്കുന്നത്? അല്ലെ ഇവിടെ നിന്ന് നോക്കുമ്പോൾ അല്ലെ ഇതിപ്പോ നമുക്ക് ഇങ്ങനെ തിരിച്ചു നോക്കണമെങ്കിൽ എന്താണ് ആംഗിൾ ഓഫ് എലിവേഷൻ എന്ന് പറയാം. ഇവിടെ നിന്ന് നമ്മൾ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഇവിടത്തെ ആംഗിൾ ഓഫ് എലിവേഷൻ, ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഇവിടത്തെ എന്താണ് ആംഗിൾ ഓഫ് എലിവേഷൻ. അതേപോലെ നമുക്ക് പറയാം ഇവിടെ നിന്നുള്ള അല്ലെ ഈ ഒരു ആംഗിൾ അറിയാം, ഈ ഒരു ആംഗിൾ അറിയാം, ഈ ഒരു ഡിസ്റ്റൻസ് 50 ആണെങ്കിൽ ഇവിടത്തെ ഹൈറ്റ് പറയാൻ നമ്മൾ പഠിച്ചു. ഒന്നാമത്തെ ടൈപ്പ് അല്ലെ ഇവിടത്തെ ആംഗിൾ ഓഫ് എലിവേഷൻ അറിയാം, ഇവിടത്തെ അല്ലെ ഇവിടെ നമുക്ക് ഡിപ്രഷൻ എന്ന് പറയുകയാണെങ്കിൽ ഇതിവിടെ വരുമ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ എന്താണ് ആംഗിൾ ഓഫ് എലിവേഷൻ ആണ്. അപ്പോ ഈ ഒരു ലെങ്ത് അറിയാം. അങ്ങനെയാണെങ്കിൽ ഹൈറ്റ് ഓഫ് ദ ബിൽഡിംഗ്, ഹൈറ്റ് ഓഫ് ദ ടവർ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചു. മനസ്സിൽ വരട്ടെ എന്താണത്? എക്സ് ഇൻറ്റു tan theta 1 into tan theta 2 divided by tan theta 2 minus tan theta 1 എന്നാണ്. x എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് എത്രയാണ്? 50 മീറ്റർ. അപ്പൊ ഇട്ട് കൊടുത്തു 50 into tan theta 1 എന്ന് പറഞ്ഞാൽ അത് 30 ഡിഗ്രിയാണ്. tan 30 ഡിഗ്രി എന്ന് പറഞ്ഞാൽ that is 1/√3 ആണ്. 1/√3 into tan theta 2 tan 45 ഡിഗ്രി എന്ന് പറഞ്ഞാൽ അത് മനസ്സിൽ പറഞ്ഞ വാല്യൂസ് ഒക്കെ വരണം. tan 45 ഡിഗ്രി എന്ന് പറഞ്ഞാൽ അത് 1 ആണ്. ഡിവൈഡഡ് ബൈ tan theta 2 എന്ന് പറഞ്ഞാൽ tan 45 എന്ന് പറഞ്ഞാൽ 1 മൈനസ് tan theta 1 എന്ന് പറഞ്ഞാൽ tan 30 ഡിഗ്രി that is 1/√3. ഓക്കെ അല്ലേ? സെറ്റ് ആണ്. ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടി 50/√3 എന്ന് പറയുന്നുണ്ട്. 50/√3 ഡിവൈഡഡ് ബൈ ഇവിടെ നമ്മൾ ക്രോസ് ചെയ്യുമ്പോൾ എങ്ങനെ പറയും? √3 മൈനസ് 1 അല്ലെ? √3 മൈനസ് 1 എന്നല്ലേ? √3 മൈനസ് 1 എന്നല്ലേ? അപ്പൊ നമുക്ക് പറയാം √3 മൈനസ് 1 ഡിവൈഡഡ് ബൈ 1 into √3 that is √3. ഓക്കെ ആണോ? അപ്പൊ നൈസായിട്ട് നമ്മളൊന്ന് നോക്കുമ്പോ നല്ല വ്യക്തമായിട്ട് നോക്കുമ്പോ നമുക്ക് മനസ്സിലാവും മേളിലൊരു ഫ്രാക്ഷൻ ഉണ്ട്, താഴെ ഒരു ഫ്രാക്ഷൻ ഉണ്ട്. മേളത്തെ ഫ്രാക്ഷൻ ഡിവൈഡഡ് ബൈ താഴത്തെ ഫ്രാക്ഷൻ ഇന്ന് പല സന്ദർഭങ്ങളിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ്? താഴത്തെ ഫ്രാക്ഷൻ നമ്മൾ എന്ത് ചെയ്യുന്നു? റെസിപ്രോക്കൽ എടുത്ത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇങ്ങനെ ഇരിക്കും. എങ്ങനെയാ? 50/√3 ഇൻറ്റു ഇതിന്റെ റെസിപ്രോക്കൽ ആയിട്ട് വരുമ്പോൾ എങ്ങനെ ഇരിക്കും? √3 ഡിവൈഡഡ് ബൈ √3 മൈനസ് 1 എന്നാണ്. നമ്മൾ നോക്കുമ്പോൾ ഇത് രണ്ടും ക്യാൻസൽ ആയിപ്പോയി. √3 ക്യാൻസൽ ആയിപ്പോയി. നമുക്ക് ഇങ്ങനെ കിട്ടി 50 ഡിവൈഡഡ് ബൈ √3 മൈനസ് 1 എന്നാണ്. 50 ഡിവൈഡഡ് ബൈ √3 മൈനസ് 1. അങ്ങനെ ഒരു ഓപ്ഷൻ നമ്മുടെ കയ്യിൽ ഇല്ല. 4 ഓപ്ഷനിൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. അപ്പൊ നമ്മളിത് പല സന്ദർഭങ്ങളിലും പറഞ്ഞിട്ടുള്ളതാണ്. നമുക്ക് ഡിനോമിനേറ്ററിൽ അല്ലെങ്കിൽ താഴെ ഒരു √3 മൈനസ് 1 ആണ് വന്നിരിക്കുന്നതെങ്കിൽ മേളിലും താഴെയും √3 പ്ലസ് 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ ഒന്നും കൂടെ താഴെ ഒരു √3 മൈനസ് 1 ആണുള്ളെങ്കിൽ അതിന്റെ കോൺജുഗേറ്റ് എന്നൊക്കെ നമ്മൾ പറയും. √3 പ്ലസ് 1 കൊണ്ട് നമ്മൾ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇനി എങ്ങാനും ഇവിടെ ഒരു √3 പ്ലസ് 1 ആണ് ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഒരു √3 മൈനസ് 1 കൊണ്ട് മേളിലും താഴെയും നമ്മൾ മൾട്ടിപ്ലൈ ആയിരുന്നു. അപ്പോ ഓർത്തിരിക്കണം, ഇവിടെ √3 മൈനസ് 1 ആണ് വരുന്നതെങ്കിൽ നമ്മൾ √3 പ്ലസ് 1 കൊണ്ട് മേളിലും താഴെയും മൾട്ടിപ്ലൈ ചെയ്യണം. ഇവിടെ √3 പ്ലസ് 1 ആണ് വന്നെങ്കിൽ √3 മൈനസ് 1 കൊണ്ട് നമ്മൾ മേളിലും താഴെയും മൾട്ടിപ്ലൈ ചെയ്യണം. ഇവിടെ എന്താണ്? √3 മൈനസ് 1 അല്ലേ? അപ്പൊ ഞാൻ മേളിലും താഴെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ എന്ന് ചോദിച്ചാൽ √3 പ്ലസ് 1 കൊണ്ട്. മേളിലും √3 പ്ലസ് 1, താഴെയും √3 പ്ലസ് 1 കൊണ്ട് മൾട്ടിപ്ലൈ. സെറ്റ് അല്ലേ? ശരി, അങ്ങനെയാണെങ്കിൽ നമുക്ക് പറഞ്ഞു വരാം. മേളിൽ എന്ത് സംഭവിക്കുന്നു ചോദിച്ചാൽ 50 into √3 പ്ലസ് 1 എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം 50 into √3 പ്ലസ് 1 ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ നിങ്ങൾ എന്നൊന്ന് കണ്ണ് തുറന്നു നോക്കി. a മൈനസ് ബി ഇൻറ്റു a പ്ലസ് ബി എന്നുള്ള ഫോമിലല്ലേ കിടക്കണേ? a മൈനസ് ബി ഇൻറ്റു a പ്ലസ് ബി എന്നുള്ള ഫോമിലല്ലേ? എന്ത് പറയും? ദാറ്റ് ഈസ് a സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്നാണ്. a സ്ക്വയർ മൈനസ് ബി സ്ക്വയർ അല്ലെ? ഇത് a മൈനസ് ബി, a പ്ലസ് ബി, a മൈനസ് ബി ഇൻറ്റു a പ്ലസ് ബി എന്ന് പറഞ്ഞാൽ a സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്നാണ്. a സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇവിടെ a സ്ക്വയർ √3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 3 മൈനസ് ബി സ്ക്വയർ 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 തന്നെയാണ്. ചുരുക്കി പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കിട്ടി 50 into √3 plus 1
ഡിവൈഡഡ് ബൈ 3 മൈനസ് 1 എന്ന് പറഞ്ഞാൽ 2 എന്ന് പറഞ്ഞിട്ട് 2 2 1 ടൈം 50 25 ടൈംസ് നമുക്ക് കിട്ടി 25 ഇൻറ്റു √3 പ്ലസ് 1 എന്ന് കിട്ടി. സംഭവം സെറ്റാണ്. നമുക്ക് കിട്ടി ഓപ്ഷൻ ഡി 25 ഇൻറ്റു √3 പ്ലസ് 1 എന്ന് പറയാം. 25 ഇൻറ്റു √3 പ്ലസ് 1 എന്ന് പറയാം. 25 ഇൻറ്റു √3 പ്ലസ് 1 എന്ന് പറയാം. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഇതിനകത്ത് കുറച്ച് കാൽക്കുലേഷൻ വരും. നമ്മൾ അവസാനം കണക്ട് ചെയ്ത് നമ്മൾ ഇന്ന് ആദ്യം പഠിച്ച കാര്യത്തിൽ തന്നെ നമ്മൾ വന്നത്. അപ്പോ ആദ്യമേ ആ ഒരു സ്റ്റാർട്ടിങ് നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കണം. ആംഗിൾ ഓഫ് ഡിപ്രഷൻ നമ്മൾ എങ്ങനെ നോട്ട് ചെയ്യും, ആംഗിൾ ഓഫ് ഡിപ്രഷൻ എങ്ങനെ നോട്ട് ചെയ്യുന്നുള്ള കാര്യം വ്യക്തമായിട്ട് പഠിച്ചെടുക്കണം. പിന്നെ നമ്മൾ കണക്ട് ചെയ്ത് വന്നപ്പോൾ ഇവിടെ എന്താണ് ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ്. ഇത് 30 ഡിഗ്രി ആണെങ്കിൽ ഇത് 30 ഡിഗ്രി, ഇത്രയും 45 ഡിഗ്രി ആണെങ്കിൽ ഇത്രയും 45 ഡിഗ്രി ആയിരിക്കും. അല്ലാതെ ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ എടുത്തെടുത്ത് പറയുന്നു. ഒരുപാട് കുട്ടികൾക്ക് പറ്റുന്ന മിസ്റ്റേക്ക് ആയതുകൊണ്ടാണ് ഞാൻ എടുത്തെടുത്ത് വീണ്ടും പറയുന്നത്. ആംഗിൾ ഓഫ് ഡിപ്രഷൻ മാർക്ക് ചെയ്യാനായിട്ട് നന്നായിട്ട് അറിഞ്ഞിരിക്കണം. ആംഗിൾ ഓഫ് ഡിപ്രഷൻ മാർക്ക് ചെയ്യാനായിട്ട് നന്നായിട്ട് അറിഞ്ഞിരിക്കണം. ബാക്കി നമ്മൾ ഇന്ന് പഠിച്ച സെറ്റപ്പ് തന്നെയാണ്. കുറച്ച് കാൽക്കുലേഷൻ വന്നു. ഇവിടെയൊക്കെ നമ്മൾ എങ്ങനെ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നുള്ള കാര്യം നല്ല വ്യക്തമായിട്ട് മനസ്സിലാക്കി എടുക്കണം. ഇവിടെ ഒരു √3 പ്ലസ് 1 ആണ് വന്നിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുമായിരുന്നു, √3 മൈനസ് 1 കൊണ്ട് മേളിലും താഴെ നമ്മൾ മൾട്ടിപ്ലൈ ആയിരുന്നു. നമ്മൾ ഈ പറഞ്ഞ കൺസെപ്റ്റുകളൊക്കെ സ്കൂൾ ക്ലാസ് പഠിച്ചിട്ടുള്ളതാണ് എങ്കിലും കുഴപ്പമില്ല. നിങ്ങൾക്ക് മനസ്സിലായി എന്നാണ് എന്റെ ഒരു വിശ്വാസം. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്: ദ ആംഗിൾ ഓഫ് ഡിപ്രഷൻ ഓഫ് ദ ഫുട്ട് ഓഫ് എ ബിൽഡിംഗ് ഫ്രം ദ ടോപ്പ് ഓഫ് എ ടവർ ഓഫ് 32√3 meter height is 60 degree. How far is the building from the tower? Okay. അപ്പൊ നന്നായിട്ട് നമുക്കൊന്ന് ക്വസ്റ്റ്യൻ മനസ്സിലാക്കി നോക്കാം. എന്താ സംഭവം? ദ ആംഗിൾ ഓഫ് ഡിപ്രഷൻ ഓഫ് ഫുട്ട് ഓഫ് എ ബിൽഡിംഗ്. ആംഗിൾ ഓഫ് ഡിപ്രഷൻ എന്ന് പറയുമ്പോൾ എന്താണ് നമ്മുടെ മനസ്സിൽ വരണം? അത് താഴോട്ട് നോക്കുന്നതാണ്. ആംഗിൾ ഓഫ് ഡിപ്രഷൻ ഓഫ് ദ ഫുട്ട് ഓഫ് എ ബിൽഡിംഗ് ഫ്രം ദ ടോപ്പ് ഓഫ് എ ടവർ. അല്ലെ, ഒരു ടവറിന്റെ മേളിൽ നിന്ന് ഒരു വീട് അല്ലെങ്കിൽ ഒരു ബിൽഡിംഗിന്റെ താഴോട്ട് അതിന്റെ ഫുട്ട് നമ്മൾ ഇങ്ങനെ നോക്കുകയാണ്. അപ്പൊ അവിടെ ഉണ്ടായ ആംഗിൾ ഓഫ് ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 60 ഡിഗ്രി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി പോരാഞ്ഞതിന് ടവറിന്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ടവർ ഓഫ് ഹൈറ്റ് എത്രയാണ്? 32√3 മീറ്റർ എന്നാ പറഞ്ഞിരിക്കുന്നത്. ശരി, അപ്പൊ നമുക്ക് നൈസായിട്ട് ഇങ്ങനെ പറയാം. അപ്പോ ഇതാണ് നമ്മുടെ ടവർ. അപ്പൊ നമ്മുടെ ടവർ ഇതാണ്. ഇവിടെ നിന്നുകൊണ്ട് ഇവിടെ ഒരു ബിൽഡിംഗ് ഉണ്ടെന്ന് വെച്ചു. ഇവിടെ വെറുതെ ഒരു ബിൽഡിംഗ് ഉണ്ടെന്ന് വെച്ചു. ഈ ബിൽഡിംഗിന്റെ ഫൂട്ടിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? നോക്കുന്നു. ബിൽഡിംഗിന്റെ ഫൂട്ടിലേക്ക് നമ്മൾ നോക്കി. അപ്പൊ ഒന്നും കൂടെ, ഒരു ടവറാണ്. ടവറിന്റെ മേളിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു അടുത്തുള്ള ഒരു ബിൽഡിംഗിന്റെ ഫൂട്ടിലേക്ക് നമ്മൾ നോക്കുന്നു. എത്ര ആംഗിൾ ഓഫ് ഡിപ്രഷനിലാണ്? 60 ഡിഗ്രി ഡിപ്രഷനിലാണ്. 60 ഡിഗ്രിയാണ് ആംഗിൾ ഓഫ് ഡിപ്രഷൻ എന്ന് പറയുന്നത്. ശരി, ഞാൻ നേരത്തെ ക്വസ്റ്റ്യനിൽ ഞാൻ വ്യക്തമായി പറഞ്ഞു, ആംഗിൾ ഓഫ് ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ നോർമൽ ആയിട്ടുള്ള ലൈൻ ഓഫ് സൈറ്റിൽ നിന്ന് താഴോട്ട് നോക്കുന്ന ലൈൻ ഓഫ് സൈറ്റും തമ്മിലുള്ള ആംഗിൾ ആണ് എന്ത്? ആംഗിൾ ഓഫ് ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ. ആംഗിൾ ഓഫ് ഡിപ്രഷൻ അറിയാതെ പോലും ഇവിടെ മാർക്ക് ചെയ്യരുത്. അവിടെ മാർക്ക് ചെയ്യരുത്. ശ്രദ്ധിച്ചോണം. അതെല്ലാവർക്കും പറ്റുന്ന തെറ്റാണ്. നോർമൽ ലൈൻ ഓഫ് സൈറ്റ് അല്ലെ, നോർമലി നമ്മൾ നോക്കുന്ന സ്ട്രെയിറ്റ് ലൈൻ അല്ലെങ്കിൽ നോർമൽ ലൈൻ ഓഫ് സൈറ്റും ഇനി താഴോട്ട് നമ്മൾ നോക്കുന്ന ലൈൻ ഓഫ് സൈറ്റും തമ്മിലുള്ള അതിനിടയിലുള്ള ആംഗിൾ ആണ് എന്ത്? ആംഗിൾ ഓഫ് ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ. അപ്പൊ നമ്മൾ നോർമലി നോക്കുന്നത് എങ്ങോട്ടാ? നമ്മൾ ഇങ്ങോട്ടല്ലേ നോക്കുന്നത്? നോർമൽ ലൈൻ ഓഫ് സൈറ്റ്. ഇവിടെ സ്ട്രെയിറ്റ് ആയിട്ട് നോക്കുകയാണെങ്കിൽ ഇതാണ് നോർമൽ ലൈൻ ഓഫ് സൈറ്റ്. ഈ നോർമൽ ലൈൻ ഓഫ് സൈറ്റും നമ്മൾ താഴോട്ട് നോക്കുന്ന ലൈൻ ഓഫ് സൈറ്റും ഈ ഒരു ആംഗിൾ ആണ്, ഈ ഫോം ചെയ്തിരിക്കുന്ന ആംഗിൾ ആണ് 60 ഡിഗ്രി. ഇവിടത്തെ ആംഗിൾ ഓഫ് ഡിപ്രഷൻ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? നൈസാണ്. ഇനി എന്തൊരു കാര്യം ഇവിടെ തന്നിട്ടുണ്ടല്ലോ. ഫ്രം ദ ടോപ്പ് ഓഫ് എ ടവർ, ഒരു ടവർ ഓഫ് ഹൈറ്റ്, ടവറിന്റെ ഹൈറ്റ് തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് എത്രയാണ്? 32√3 എന്ന് പറഞ്ഞിട്ടുണ്ട്. 32√3 മീറ്റർ ആണ്. ഓക്കെ അല്ലേ? അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യനിൽ അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഫിഗർ ഔട്ട് ചെയ്തു. ഓക്കെ അല്ലേ? ഇനി നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. ഹൗ ഫാർ ഇസ് ദ ബിൽഡിംഗ് ഫ്രം ദ ടവർ? ഈ പറയുന്ന ബിൽഡിംഗ് ഈ ടവറിൽ നിന്ന് എത്ര ഡിസ്റ്റൻസിലാണ്? ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു ഡിസ്റ്റൻസ്, ഈ ഒരു ഡിസ്റ്റൻസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. അപ്പൊ ഞാനിവിടെ പേര് കൊടുക്കുന്നു. ഇവിടെ എ ആണ്, ഇത് ബി ആണ്, ഇത് സി ആണ്. സെറ്റ് അല്ലേ? തൊട്ട് മുന്നേയുള്ള ക്വസ്റ്റ്യനിൽ പറഞ്ഞതുപോലെ ഈ ലൈനും പാരലൽ ലൈൻസ് ആണ്. ഈ രണ്ട് ആംഗിൾസും ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് ആണ്. ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് വിൽ ബി ഈക്വൽ. ഇത് 60 ഡിഗ്രി ആയിരിക്കും. ഇത് 60 ഡിഗ്രി ആണോ? ഇത് 60 ഡിഗ്രി. ഇത് 60 ഡിഗ്രി ആണോ? ഇത് 60 ഡിഗ്രി. അറിയാതെ പോലെ ഇത് മാർക്ക് ചെയ്തല്ലേ. ഇപ്പോ ഇത് 60 ഡിഗ്രി ആണെങ്കിൽ ഇതും എന്താണ്? 60 ഡിഗ്രി ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ട കാര്യം
ഈ ബി സി എത്ര എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ബി സി എന്ന് പറയുന്ന ലെങ്ത് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സെറ്റ് അല്ലേ? ശരി, പറയാം. അപ്പോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ പറഞ്ഞതുപോലെ നമുക്ക് ഈ പറയുന്ന ആംഗിളിന്റെ ഓപ്പോസിറ്റ് സൈഡ് അറിയാം. ഈ ആംഗിളിന്റെ ഓപ്പോസിറ്റ് സൈഡ് അറിയാം, അഡ്ജസന്റ് സൈഡ് കണ്ടുപിടിക്കണം. ഓപ്പോസിറ്റ് സൈഡ് അറിയാം, അഡ്ജസന്റ് സൈഡ് കണ്ടുപിടിക്കണം. ഓപ്പോസിറ്റ് സൈഡ് അറിയാം, അഡ്ജസന്റ് സൈഡ് കണ്ടുപിടിക്കണം. എന്നീ ഓപ്പോസിറ്റ് അഡ്ജസന്റ് ഏത് ഉപയോഗിക്കാം? tan that is tan 60 degree equal to opposite by adjacent എന്നാണ്. ഓപ്പോസിറ്റ് ആയ 32√3 ഡിവൈഡഡ് ബൈ അഡ്ജസന്റ് സൈഡ് ആയ ബി സി. ഓക്കെ അല്ലേ? നമുക്ക് ആവശ്യം ബി സി ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? ഞാൻ ബി സി ഇങ്ങോട്ട് കൊണ്ടുവന്നു, tan 60 താഴെ കൊണ്ടുവരും. ദാറ്റ് ഈസ് ബി സി ഈക്വൽ ടു 32√3 ഡിവൈഡഡ് ബൈ tan 60 ഡിഗ്രി എന്നാണ്. ഡിവൈഡഡ് ബൈ tan 60 ഡിഗ്രി വിച്ച് ഈസ് ഈക്വൽ ടു 32√3 ഡിവൈഡഡ് ബൈ tan 60യുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ അത് √3 ആണ്. ഈ √3 ക്യാൻസൽ ആയിപ്പോയി. ഫൈനൽ ആൻസർ നമുക്ക് കിട്ടി 32 മീറ്റർ എന്ന് പറഞ്ഞു കിട്ടി. 32 മീറ്റർ. നമ്മുടെ ആൻസർ ഓപ്ഷൻ എ 32 മീറ്റർ എന്ന് പറഞ്ഞിട്ട് 32 മീറ്റർ എന്ന് പറഞ്ഞിട്ട്. അപ്പോ ഇത് വന്നത് RRB-RPF SI എക്സാമിന് വന്നതാണ്. RRB-RPF എക്സാമിന് വന്ന ഒരു ക്വസ്റ്റൻ ആയിരുന്നു. അപ്പോ ഇതിനകത്ത് ചുരുക്കി പറഞ്ഞ പിന്നീടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ അവസാനം പറഞ്ഞ ഈ ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ഡിസ്കസ് ചെയ്ത ആ ഒരു ടൈപ്പ് തന്നെയാണ്. പക്ഷെ നമ്മളിവിടെ വ്യക്തമായിട്ട് കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ട് പഠിച്ചത് എന്താണ്? ആംഗിൾ ഓഫ് ഡിപ്രഷൻ മാർക്ക് ചെയ്യാനായിട്ട് നമ്മൾ പഠിച്ചു. ആംഗിൾ ഓഫ് ഡിപ്രഷൻ എന്താണെന്നുള്ള കാര്യം സ്ട്രോങ് ആയിരിക്കും. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. ദ ടോപ്പ് ഓഫ് 2 towers ഓഫ് ഹൈറ്റ് x and y സ്റ്റാൻഡിംഗ് ഓൺ ദ ലെവൽ ഗ്രൗണ്ട് subtend angles of 60 degree and 30 degree respectively at the midpoint of line joining their feet. Then what will be the value of x is to y എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോ ഒന്നും കൂടെ നമുക്ക് ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ചു നോക്കാം. എന്താ പറഞ്ഞിരിക്കുന്നത്? The top of 2 towers of height x and y. ശരി. അപ്പോ നമ്മുടെ കയ്യിലെന്നല്ല നമ്മുടെ ക്വസ്റ്റ്യനകത്ത് 2 ടവേഴ്സ് ഉണ്ട് അല്ലെ? 2 ടവേഴ്സ്. അപ്പൊ ഇവിടെ ഒരു ടവർ ഉണ്ട്, ഇവിടെ വേറൊരു ടവർ ഉണ്ട്. ഈ 2 ടവർ ഒരു ലെവൽ ഗ്രൗണ്ടിലാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഒന്നും കൂടെ, അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യനകത്ത് 2 ടവേഴ്സ് ഉണ്ട്. ഈ ടവേഴ്സിന്റെ ഒക്കെ ഹൈറ്റ് നമുക്ക് എന്തെന്ന് പറയാം? ആദ്യത്തത് x ആണെങ്കിൽ രണ്ടാമത്തത് എത്ര എന്നാ പറഞ്ഞിരിക്കുന്നത്? y എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഒന്നും കൂടെ 2 ടവേഴ്സ്, x ഹൈറ്റ് ഉള്ള ഒരു ടവർ, y ഹൈറ്റ് ഉള്ള വേറൊരു ടവർ അല്ലെ? അങ്ങനെയല്ലേ പറഞ്ഞിരിക്കുന്നത്? സ്റ്റാൻഡിംഗ് ഓൺ ദ ലെവൽ ഗ്രൗണ്ട് subtend angles of 60 degree and 30 degree respectively at the midpoint of line joining their feet. എന്ന് പറഞ്ഞാൽ ഇവരുടെ ലൈൻ അല്ലെ, ഇവരുടെ ഫീറ്റുകൾ തമ്മിൽ കണക്ട് ചെയ്യുന്ന ലൈൻ എന്ന് പറയുന്നത് ഈ ഒരു ലൈൻ. ഇതിന്റെ മിഡ് പോയിന്റിൽ നിന്നുകൊണ്ട് ആംഗിൾസ് എത്രയൊക്കെയോ ഉണ്ടാക്കുന്നു എന്ന് പറയുന്നുണ്ട് അല്ലെ? അപ്പൊ നമുക്ക് പറയാം, ഇതിന്റെ മിഡ് പോയിന്റിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ട് നമ്മളൊരു ആംഗിൾ ഓഫ് എലിവേഷൻ വരയ്ക്കുന്നു. ഇവിടത്തെ മിഡ് പോയിന്റിൽ നിന്നിട്ട് നമ്മൾ ഇങ്ങോട്ട് ഒരു ആംഗിൾ ഓഫ് എലിവേഷൻ വരയ്ക്കും. ഓക്കെ ആണോ? അപ്പോ ആദ്യത്തെ ആംഗിൾ ഓഫ് എലിവേഷൻ എന്ന് പറഞ്ഞാൽ എത്ര തന്നിട്ടുണ്ട്? 60 ഡിഗ്രി. ഇനി രണ്ടാമത്തെ എത്ര തന്നിട്ടുണ്ട്? 30 ഡിഗ്രി എന്നും തന്നിട്ടുണ്ട്. ഇനി ആംഗിൾ സബ്ടെൻഡ് എന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? ആംഗിൾ ഓഫ് എലിവേഷൻ തന്നെ എന്നാണ്. അപ്പൊ ഈ പറയുന്ന പോയിന്റിൽ നിന്ന് നമ്മൾ മേളിലോട്ട് കണക്ട് ചെയ്ത് വരയ്ക്കുന്ന ആംഗിൾ ആദ്യത്തെ 60 ഡിഗ്രി, രണ്ടാമത് 30 ഡിഗ്രി. അങ്ങനെയല്ലേ പറഞ്ഞിരിക്കുന്നത്? subtend angles of 60 degree and 30 degree respectively. അപ്പൊ ആദ്യത്തത് 60 ഡിഗ്രിയും രണ്ടാമത്തത് എന്തെന്നാ പറഞ്ഞിരിക്കുന്നത്? 30 ഡിഗ്രി എന്നും പറഞ്ഞിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഫിഗർ. ഓക്കെ അല്ലേ? ഇനി എന്തോ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ട കാര്യം എന്താണ്? വാട്ട് വിൽ ബി ദ വാല്യൂ ഓഫ് x ഈസ് ടു y എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ x ഈസ് ടു y എത്ര എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. x ഈസ് ടു y എത്ര എന്ന് കണ്ടുപിടിക്കണം. ഇനി ഈ ഒരു ക്വസ്റ്റിനകത്ത് വേറൊരു കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ പറയുന്ന ആംഗിൾ ഫോം ചെയ്തിരിക്കുന്നത് എവിടെയെന്നാ പറഞ്ഞിരിക്കുന്നത്? അറ്റ് ദ മിഡ് പോയിന്റ് എന്നാ പറഞ്ഞിരിക്കുന്നത് അല്ലെ? ആംഗിൾ ഫോം ചെയ്തിരിക്കുന്ന മിഡ് പോയിന്റിൽ നിന്നല്ലേ? അതായത് ഇത് മുതൽ ഇതുവരെയുള്ള ഡിസ്റ്റൻസും എന്താണ്? സെയിം ആണ്. അപ്പോ ഈ പറയുന്ന ആംഗിൾ ഫോം ചെയ്തിരിക്കുന്നത് മിഡ് പോയിന്റ് ആണെന്ന് നമ്മുടെ ക്വസ്റ്റിനകത്ത് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് പറയാം, ഇവിടെ നിന്നുകൊണ്ട് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസും ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസും സെയിം ആണ്. ഞാൻ ആ ഒരു ഡിസ്റ്റൻസിനെ a എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് മുതൽ ഇതുവരെ a. അങ്ങനെയാണെങ്കിൽ ഇത് മുതൽ ഇതുവരെ എന്ത് തന്നെയായിരിക്കും? a തന്നെയായിരിക്കും. കാരണം ഇത് മിഡ് പോയിന്റ് ആണ്. അപ്പോ നമുക്ക് പറഞ്ഞ ഡേറ്റ വെച്ച് നമ്മൾ ഫിഗർ ഔട്ട് ചെയ്തിട്ടുണ്ട്. ശരി. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് x ഈസ് ടു y ആ കണ്ടുപിടിക്കേണ്ടത്. x ഈസ് ടു y.
അപ്പൊ ഇതിനകത്തുള്ള ഈ ഫസ്റ്റ് ട്രയാങ്കിൾ നിങ്ങൾ ഒന്ന് കൺസിഡർ ചെയ്തു. ഈ ഒരു ട്രയാങ്കിൾ എടുത്തു. ഇവിടെ 60 ഡിഗ്രി ഉണ്ട്. ഇത് നമ്മൾ എ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ വശം അറിയാം. ചുരുക്കി പറഞ്ഞാൽ ഈ 60 ഡിഗ്രിയുടെ ഓപ്പോസിറ്റും അഡ്ജസന്റും അറിയാം, അല്ലെ? ഓപ്പോസിറ്റും അഡ്ജസന്റും അറിയാം. തമ്മിൽ കണക്ട് ചെയ്യുന്ന റിലേഷൻ, ഓപ്പോസിറ്റും അഡ്ജസന്റ് സൈഡും തമ്മിൽ കണക്ട് ചെയ്യുന്ന റിലേഷൻ ഏതാണ്? ദാറ്റ് ഈസ് ടാൻ ആണ്, അല്ലെ? അപ്പൊ നമുക്ക് പറയാം ടാൻ 60 ഡിഗ്രി ഈക്വൽ ടു ഓപ്പോസിറ്റ് ബൈ അഡ്ജസന്റ് എന്നാണ്. ദാറ്റ് ഈസ് എക്സ് ബൈ എ എന്നാണ്. എക്സ് ബൈ എ, അല്ലേ? ഇതിൽ നിന്ന് നമുക്ക് പറയാം എ എന്ന് വെച്ചാൽ, എ എന്ന് പറഞ്ഞാൽ, എ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ എ എന്ന് പറഞ്ഞാൽ എക്സ് ഡിവൈഡഡ് ബൈ ടാൻ 60 ഡിഗ്രി, എക്സ് ഡിവൈഡഡ് ബൈ ടാൻ 60 ഡിഗ്രി വിച്ച് ഈസ് ഈക്വൽ ടു എക്സ് ഡിവൈഡഡ് ബൈ ടാൻ 60 എന്ന് പറയുന്നത് എത്രയാണ്? √3 ആണ്. അപ്പൊ നമ്മൾ ഇവിടെ നിന്നുകൊണ്ട് എ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ട്രയാങ്കിൾ വെച്ചുകൊണ്ട് നമ്മൾ പറഞ്ഞു എ എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് ബൈ √3 ആണ്. എ എന്ന് പറഞ്ഞാൽ എക്സ് ബൈ √3 ആണ് നമ്മൾ സെറ്റ് ചെയ്തു. ഇനി രണ്ടാമത്തെ ട്രയാങ്കിൾ എടുത്തോ. രണ്ടാമത്തെ ട്രയാങ്കിൾ ഇവിടെ 30 ഡിഗ്രി ആണ്. ഓപ്പോസിറ്റ് അറിയാം, അഡ്ജസന്റ് അറിയാം, അല്ലെ? ഓപ്പോസിറ്റ് അഡ്ജസന്റ് അറിയാം. തമ്മിൽ കണക്ട് ചെയ്യുന്ന റിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ടാൻ തന്നെയാണ്. ടാൻ 30 ഡിഗ്രി ഈക്വൽ ടു ഓപ്പോസിറ്റ് ആയ y ഡിവൈഡഡ് ബൈ അഡ്ജസന്റ് ആയ a. ഇതിൽ നിന്നുകൊണ്ട് നമുക്ക് ഇങ്ങനെ പറയാം a ഈക്വൽ ടു y ഡിവൈഡഡ് ബൈ ടാൻ 30 ഡിഗ്രി, y ഡിവൈഡഡ് ബൈ ടാൻ 30 ഡിഗ്രി വിച്ച് ഈസ് ഈക്വൽ ടു y ഡിവൈഡഡ് ബൈ ടാൻ 30 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 1/√3. 1/√3 ചേർത്ത് പറയുമ്പോൾ നമുക്ക് എങ്ങനെ പറയാം? a ഈക്വൽ ടു y ഇൻറ്റു √3/1 എന്ന് പറയാം. ദാറ്റ് ഈസ് y √3 എന്ന് കിട്ടും. അപ്പോ a എന്ന് പറഞ്ഞാൽ ഇവിടെ വെച്ചുകൊണ്ട്, അല്ലെ, y ഡിവൈഡഡ് ബൈ ഒരു ഫ്രാക്ഷൻ, ഞാൻ വ്യക്തമായിട്ടൊന്നും ഇവിടെ പറയുന്നില്ല. y ഡിവൈഡഡ് ബൈ ഒരു ഫ്രാക്ഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യണം. റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ √3 ഡിവൈഡഡ് ബൈ 1 എന്നാണ്. ചേർത്ത് പറയുമ്പോൾ y √3 എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് a എന്ന് പറഞ്ഞാൽ y √3. ശരി, നമുക്കൊന്ന് വ്യക്തമായി ഒന്ന് നോക്കി നോക്കാം എന്താ സംഭവം. a എന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് എക്സ് ബൈ √3. വീണ്ടും നമ്മൾ കണ്ടുപിടിച്ചു, രണ്ടാമത്തെ ട്രയാങ്കിൾ വെച്ച് വീണ്ടും നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് a എന്ന് പറയുന്നത് എന്താണ്? y √3 എന്ന് പറയും. ഇത് രണ്ടും a തന്നെ, അല്ലെ? ഈ പറയുന്നത് a തന്നെയാണ്, ഈ പറയുന്നത് എന്ത് തന്നെയാണ്? a തന്നെയാണ്, അല്ലെ? ഇപ്പൊ ഇവിടെയും പറയുന്നത് a ഈക്വൽ ടു എക്സ് ബൈ √3 എന്നാണ്. ഇവിടെയും പറയുന്നത് a ഈക്വൽ ടു y √3 എന്നാണ്. രണ്ടും പറയുന്നത് ആരെ പറ്റിയാ? a പറ്റിയ. രണ്ടും ഇക്വേറ്റ് ചെയ്ത് കൂടെ, അല്ലെ? രണ്ടും ഈക്വൽ അല്ലേ? രണ്ടും ഈക്വൽ അല്ലേ? അതായത് ചുരുക്കി പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ പറയാം എക്സ് ഡിവൈഡഡ് ബൈ √3 ഈക്വൽ ടു, ഇവിടത്തെ a എന്ന് പറയുന്നത് എന്താണ്? y √3 എന്ന് പറയാം. y √3 എന്ന് പറയാം. ഓക്കെ അല്ലേ? ഇനി ഞാൻ ഈ y താഴെ കൊണ്ടു, ഈ √3 മേളിൽ കൊണ്ടു. അപ്പൊ ഒന്നും കൂടെ y താഴെ വരും, √3 മേളിൽ പോകും. അതായത് എക്സ് ബൈ y ഈക്വൽ ടു √3. ഈ √3 ഇങ്ങ് പോയി, അവിടെ ഓൾറെഡി അവിടെ √3 ഉണ്ട്. √3 ഇൻറ്റു √3 എന്ന് പറയാം. വീണ്ടും എക്സ് ബൈ y ഈക്വൽ ടു √3 ഇൻറ്റു √3 എന്ന് പറഞ്ഞാൽ അതെന്താണ്? വെറും 3 എന്നാണ്. വെറും 3 എന്നാണ്. ഇതിനെ ഞാൻ വെറും 3 എന്ന് എഴുതില്ല, 3/1 എന്ന് പറഞ്ഞു എഴുതും. 3/1 എന്ന് പറഞ്ഞു എഴുതും. കുഴപ്പമില്ലല്ലോ. ശരി, അപ്പൊ ഇവിടെയും നമുക്ക് കിട്ടിയത് ഇങ്ങനെയാണ്. എക്സ് ബൈ വൈ ഈക്വൽ ടു 3/1 എന്ന് പറഞ്ഞിട്ട് എക്സ് ബൈ വൈ എന്ന് പറഞ്ഞാൽ 3/1 ആണ്. ഉറപ്പിക്കാം എക്സ് ഈസ് ടു വൈ എന്ന് പറഞ്ഞാൽ എക്സ് ഈസ് ടു വൈ എന്ന് പറഞ്ഞാൽ 3:1 എന്നാണ് നമ്മുടെ ആൻസർ. ഓപ്ഷൻ എ 3:1 എന്ന് പറയാം. 3:1 എന്ന് പറയാം. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? അപ്പോ നമ്മള് ആദ്യമൊക്കെ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് രണ്ടല്ലേ, ഈ പറഞ്ഞ മിഡ് പോയിന്റ് ആണെന്ന് പറഞ്ഞു, അങ്ങോട്ട് അല്ലെ ഈ പറയുന്ന ഇവിടെ ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസും അങ്ങോട്ടുള്ള ഡിസ്റ്റൻസും എ ആണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്തു? കണക്ട് ചെയ്ത് നമ്മള് ആൻസറിലോട്ടെത്തി. നമുക്ക് കിട്ടി ആൻസർ എക്സ് ഈസ് ടു വൈ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 3:1 എന്ന് പറയും. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതാണ്. ടു ഷിപ്സ് ആർ സെയിലിംഗ് ഇൻ ദ സീ ഓൺ ദ ടു സൈഡ്സ് ഓഫ് എ ലൈറ്റ് ഹൗസ്. The angles of elevation of top of the lighthouse are observed from the ships are 45 degree and 60 degree respectively. If the lighthouse is 81 meter high, then what will be the distance between the ships? അപ്പൊ ഒന്നും കൂടെ നന്നായിട്ട് മനസ്സിലാക്കാം എന്താ സംഭവം പറഞ്ഞിരിക്കുന്നത്. ടു ഷിപ്സ് അല്ലെ, രണ്ട് ഷിപ്പുകളുണ്ട്. ടു ഷിപ്സ് ആർ സെയിലിംഗ് ഇൻ ദ സീ ഓൺ ദ ടു സൈഡ്സ് ഓഫ് എ ലൈറ്റ് ഹൗസ്. അപ്പൊ ഒരു ലൈറ്റ് ഹൗസ് ഉണ്ടെങ്കിൽ ഒരു ഷിപ്പ് അങ്ങോട്ട് പോവാണെങ്കിൽ വേറെ ഷിപ്പ് ഇങ്ങോട്ട്, അല്ലെ രണ്ട് സൈഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന പറഞ്ഞു. അപ്പോ ഒരു ലൈറ്റ് ഹൗസ് ഉണ്ട്, ആ ലൈറ്റ് ഹൗസിന്റെ രണ്ട് സൈഡിലേക്ക് എന്ത് ചെയ്യുന്നു? ഷിപ്പ് പോയിക്കൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ ക്വസ്റ്റനിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോ ഓക്കെ അല്ലേ?
അപ്പൊ ഫസ്റ്റ് സെന്റൻസ് ഓക്കെയാണ്. അടുത്തെന്താ പറഞ്ഞിരിക്കുന്നത്? ആംഗിൾസ് ഓഫ് എലിവേഷൻ ഓഫ് ടോപ്പ് ഓഫ് ദ ലൈറ്റ് ഹൗസ് ആസ് ഒബ്സർവ്ഡ് ഫ്രം ദ ഷിപ്സ് ആർ 45 ഡിഗ്രി ആൻഡ് 60 ഡിഗ്രി റെസ്പെക്റ്റീവ്ലി. അപ്പോ ഈ ഒരു ഷിപ്പ് അങ്ങോട്ട് പോകുന്നു, വേറെ ഷിപ്പ് ഇങ്ങോട്ട് പോകുന്നു. ഈ ഓരോ ഷിപ്പിൽ നിന്നും നമ്മൾ ഈ പറയുന്ന ലൈറ്റ് ഹൗസിന്റെ മേളിലേക്ക് നോക്കുമ്പോൾ രണ്ട് ആംഗിൾ ഓഫ് എലിവേഷൻ. ഒരു ഷിപ്പിൽ നോക്കുമ്പോൾ ആദ്യത്തെ ആംഗിൾ ഓഫ് എലിവേഷൻ എന്ന് പറഞ്ഞാൽ 45 ഡിഗ്രിയാണ്. ഇനി മറ്റേ ഷിപ്പിൽ നിന്ന് നോക്കുമ്പോഴുള്ള ആംഗിൾ ഓഫ് എലിവേഷൻ, മേലോട്ട് നോക്കുമ്പോഴുള്ള ആംഗിൾ ഓഫ് എലിവേഷൻ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 60 ഡിഗ്രി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തെന്താ പറഞ്ഞിരിക്കുന്നത്? ഇഫ് ദ ലൈറ്റ് ഹൗസ് ഈസ് 81 മീറ്റർ ഹൈറ്റ്, ലൈറ്റ് ഹൗസിന്റെ ഹൈറ്റ് തന്നിട്ടുണ്ട്, 81 മീറ്റർ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ടു ഷിപ്സ് എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ശരി, അപ്പൊ ഞാൻ ഇവിടെ ഒരു ലൈറ്റ് ഹൗസ് മാർക്ക് ചെയ്തു. ലൈറ്റ് ഹൗസ്, അപ്പൊ ഇതാണ് നമ്മുടെ ലൈറ്റ് ഹൗസ്. ഇതാണ് നമ്മുടെ ലൈറ്റ് ഹൗസ്. ഒരു ഷിപ്പ് ഇങ്ങോട്ട് പോകുന്നു, വേറെ ഷിപ്പ് ഇങ്ങോട്ട് പോകുന്നു. അപ്പൊ ഒരു ഷിപ്പ് ഇങ്ങോട്ട് പോയി, വേറെ ഷിപ്പ് ഇങ്ങോട്ട് പോയി. ഓക്കെ അല്ലേ? അപ്പോ ഇവിടെ നിന്നുകൊണ്ട് നോക്കുമ്പോൾ ആദ്യത്തെ ഷിപ്പിൽ ആദ്യത്തെ ഷിപ്പിൽ നിന്നുകൊണ്ട് ഈ ലൈറ്റ് ഹൗസിന്റെ മേപ്പോട്ട് നോക്കുമ്പോഴുള്ള ആംഗിൾ ഓഫ് എലിവേഷൻ എന്ന് പറഞ്ഞാൽ തന്നിട്ടുണ്ട്, അത് 45 ഡിഗ്രി. ഇനി രണ്ടാമത്തെ ഷിപ്പിൽ നിന്ന് ഇവിടെ നിന്ന് അങ്ങ് മേളോട്ട് നോക്കുമ്പോൾ ആംഗിൾ ഓഫ് എലിവേഷൻ, ഈ ഷിപ്പിൽ നിന്ന് മേളോട്ട് നോക്കുമ്പോൾ ആംഗിൾ ഓഫ് എലിവേഷൻ തന്നിട്ടുണ്ട്, അത് എത്രയാണ്? 60 ഡിഗ്രി. പോരാഞ്ഞത് ഈ ടവറിന്റെ ഹൈറ്റ് തന്നിട്ടുണ്ട്, എത്രയാണ്? 81 എന്ന് തന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഫിഗർ. ഓക്കെ അല്ലേ? നമുക്ക് കണ്ടുപിടിക്കേണ്ട കാര്യം എന്താണ്? അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ഷിപ്പും തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്ര എന്നാണ് കണ്ടുപിടിക്കേണ്ടത്, അല്ലെ? ഇവിടെ ആദ്യത്തെ ഷിപ്പ് ഇതുകൊണ്ട്, രണ്ടാമത്തെ ഷിപ്പ് ഇതുകൊണ്ട്. ഈ രണ്ട് ഷിപ്പുകളും തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്ര എന്നാണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനൊന്ന് മാർക്ക് ചെയ്യാം. ഞാൻ ഇവിടെ എ എന്നും ഇതിനെ ബി എന്നും ഇതിനെ സി എന്നും ഇവിടെ ഡി എന്നും മാർക്ക് ചെയ്യും. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് രണ്ട് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾസ് കിട്ടി. ആദ്യത്തെ ഒരു ട്രയാങ്കിൾ കിട്ടി, രണ്ടാമത്തെ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളും കിട്ടി, അല്ലെ? രണ്ട് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾസ് കിട്ടി. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് സി ഡി എന്ന് പറയുന്ന ഈ ഒരു ഡിസ്റ്റൻസാണ് കണ്ടുപിടിക്കേണ്ടത്. പറ്റൂലേ? സി ഡി എന്ന് പറയുന്ന ഡിസ്റ്റൻസ് കാണാം. ചുരുക്കി പറഞ്ഞാൽ ആദ്യത്തെ ട്രയാങ്കിളിനെ സംബന്ധിച്ച് ഈ ബി സിയും രണ്ടാമത്തെ ട്രയാങ്കിളിനെ സംബന്ധിച്ച് ബി ഡിയും തമ്മിൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി, എന്ത് കിട്ടും? സി ഡി കിട്ടും. ശരി, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ ആദ്യത്തെ ട്രയാങ്കിൾ വെച്ചുകൊണ്ട്, ഈ ഒരു ട്രയാങ്കിൾ വെച്ചുകൊണ്ട് നമ്മൾ പറയും ഇതിനകത്ത് നമുക്ക് ഇത് 45 ഡിഗ്രി ആണെന്ന് നമുക്കറിയാം, അല്ലെ? 45 ഡിഗ്രി ആണെന്ന് നമുക്കറിയാം. ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡ് അറിയാം. ഈ 45 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് സൈഡ് തന്നിട്ടുണ്ട്. അതെന്താണ്? ഈ പറയുന്ന ലൈറ്റ് ഹൗസിന്റെ ഹൈറ്റ് ആണ്. ദാറ്റ് ഈസ് എത്രയാണ്? 81 ആണ്. അതായത് ഓപ്പോസിറ്റ് സൈഡ് അറിയാം, അഡ്ജസന്റ് സൈഡ് കണ്ടുപിടിക്കണം. ഓപ്പോസിറ്റ് അഡ്ജസന്റ് റിലേഷൻ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞു, ടാൻ ആണ്, അല്ലെ? അപ്പോൾ tan 45 ഡിഗ്രി ഈക്വൽ ടു ഓപ്പോസിറ്റ് ബൈ അഡ്ജസന്റ്, ദാറ്റ് ഈസ് ഓപ്പോസിറ്റ് ആയ 81 ഡിവൈഡഡ് ബൈ അഡ്ജസന്റ് ആയ ബി സി. ഓക്കെ അല്ലേ? ഇതിൽ നിന്ന് ബി സി ഈക്വൽ ടു 81 ഡിവൈഡഡ് ബൈ tan 45 വാല്യൂ കിട്ടിയ അത് എത്രയാണ്? 1 ആണല്ലേ? അപ്പോ ഇവിടെ താഴെ tan 45 വരുമ്പോൾ ഡിവൈഡഡ് ബൈ 1. ദാറ്റ് ഈസ് നമുക്ക് പറയാം ബി സി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 81 മീറ്റർ ആണ്. ചുരുക്കി പറഞ്ഞാൽ ഞാൻ ഇവിടത്തെ വാല്യൂ എഴുതി. ബി സി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 81 മീറ്റർ എന്ന് പറഞ്ഞാൽ. ഓക്കെ അല്ലേ? ശരി, അടുത്ത ട്രയാങ്കിൾ എടുക്കും. അടുത്ത ട്രയാങ്കിൾ 60 ഡിഗ്രിയാണ്. ഓപ്പോസിറ്റ് അറിയാം, അഡ്ജസന്റ് കണ്ടുപിടിക്കണം. അല്ലെ? ശരി, അവിടെ നമ്മൾ എന്ത് തന്നെ പറയും? ടാൻ തന്നെ പറയും, അല്ലെ? ദാറ്റ് ഈസ് ടാൻ 60 ഡിഗ്രി ഈക്വൽ ടു ഓപ്പോസിറ്റ് ആയ 81 ഡിവൈഡഡ് ബൈ അഡ്ജസന്റ് ആയ ബി ഡി. ഇതിൽ നിന്ന് ബി ഡി ഈക്വൽ ടു 81 ഡിവൈഡഡ് ബൈ ടാൻ 60 താഴെ വരും. ടാൻ 60 എന്ന് പറയുന്നത് ദാറ്റ് ഈസ് √3. ചുരുക്കി പറഞ്ഞാൽ നമുക്ക് ബി ഡി എന്ന് പറഞ്ഞാൽ എത്രാന്ന് കിട്ടി? ബി ഡി എന്ന് പറഞ്ഞാൽ 81 ബൈ √3. ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 81 ഡിവൈഡഡ് ബൈ √3 എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ശരി, നമ്മൾ ഇനി മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? വാട്ട് വിൽ ബി ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു ഷിപ്സ് എന്ന് പറഞ്ഞാൽ ഈ ഷിപ്പും തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ ഇതും കൂടെ ആഡ് ചെയ്ത് കൊടുത്താൽ പോരെ? ഇതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ദാറ്റ് ഈസ് എന്താണ്? 81 ബൈ √3 പ്ലസ് 81, അല്ലെ? ഈ ഡിസ്റ്റൻസും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഷിപ്സ് കിട്ടും. ഈ പറഞ്ഞ രണ്ട് ഷിപ്പുകളും തമ്മിലുള്ള ഡിസ്റ്റൻസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ശരി, ഇങ്ങനെ ഒരു ഓപ്ഷൻ അതില്ല. ഇതിനൊന്ന് സിംപ്ലിഫൈ ചെയ്യണം. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഇവിടെ ഒന്നുമില്ല എന്നല്ല, താഴെ ഉണ്ട് 1 ഉണ്ട്, അല്ലെ? ക്രോസ് ചെയ്യുമ്പോൾ 81 പ്ലസ് 81 √3 ഡിവൈഡഡ് ബൈ √3 into 1, that is √3. ഈ രണ്ടെണ്ണത്തിൽ നിന്ന് നമുക്ക് എന്ത് കോമൺ ആയിട്ട് എടുക്കുക? 81 നമുക്ക് കോമൺ ആയിട്ട് പുറത്തെടുക്കുക, അല്ലെ? 81 പുറത്ത് വരുമ്പോൾ 81 ഇൻറ്റു ഇവിടെ നിന്ന് 81 പോയി കഴിഞ്ഞാൽ അവിടെ 1 പ്ലസ് √3 ഉണ്ട് ഡിവൈഡഡ് ബൈ √3 കിട്ടി. നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി 81 ഇൻറ്റു 1 പ്ലസ് √3 ഡിവൈഡഡ് ബൈ √3. നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി കിട്ടി കഴിഞ്ഞു. 81 ഇൻറ്റു 1 പ്ലസ് √3 ഡിവൈഡഡ് ബൈ √3.
അപ്പോ കുഴപ്പമില്ല, വലിയ കുഴപ്പക്കാരനായിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ല, നിങ്ങൾക്കെല്ലാം ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്, നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു. അപ്പോ ഇത് RRB NTPCക്ക് വന്നാണ് കേട്ടോ. RRB NTPC 2021 വന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു. 2021 വന്ന ക്വസ്റ്റ്യൻ ആണ്. കുഴപ്പമില്ല, സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ മാർക്ക് കൂട്ടിയ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോ നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: എ വിൻഡോ ഇൻ എ ബിൽഡിംഗ് ഈസ് അറ്റ് എ ഹൈറ്റ് ഓഫ് 10 meter from the ground. The angle of depression of a point P on the ground from the window is 30 degree. The angle of elevation of top of the building from the point P is 60 degree. What is the height of building? What will be the height of building? ഇത് ഞാൻ ഇവിടെ എഴുതിയില്ല. RRB NTPC 2021 വന്ന ക്വസ്റ്റൻ ആണ് കേട്ടോ. RRB NTPC 2021 ക്വസ്റ്റൻ ആണ്. അപ്പൊ ഒന്നും കൂടെ പറഞ്ഞു തരാം. ഈ വിൻഡോ ഇൻ എ ബിൽഡിംഗ് ഈസ് അറ്റ് എ ഹൈറ്റ് ഓഫ്, വിൻഡോയാണ്. ഈ വിൻഡോ ഇൻ എ ബിൽഡിംഗ് ഈസ് അറ്റ് എ ഹൈറ്റ് ഓഫ് 10 meter from the ground. 10 meter from the ground. അപ്പോ ഞാൻ ഇവിടെ ഒരു വിൻഡോ വരച്ചു. ഒരു വിൻഡോ. ഇത് ഗ്രൗണ്ട് ആണ്. അപ്പോ ഈ വിൻഡോയുടെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എത്ര എന്നാ പറഞ്ഞിരിക്കുന്നത്? 10 meter എന്നാ പറഞ്ഞിരിക്കുന്നത്. 10 meter from the ground. അപ്പോ ഈ പറഞ്ഞ വിൻഡോയുടെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 10 meter from the ground. ഗ്രൗണ്ടിൽ നിന്ന് 10 meter ഹൈറ്റിൽ വിൻഡോ ഇരിക്കുകയാണ്. The angle of depression of a point P on the ground from the window is 30 degree. ഈ വിൻഡോയിൽ നോക്കുമ്പോഴുള്ള ആംഗിൾ ഓഫ് ഡിപ്രഷൻ, ഏതോ ഒരു P എന്ന് പറഞ്ഞ പോയിന്റിലേക്കുള്ള ആംഗിൾ ഓഫ് ഡിപ്രഷൻ എന്ന് പറയുന്നത് എത്ര തന്നിട്ടുണ്ട്? അത് 30 ഡിഗ്രി എന്ന് പറയും തന്നിട്ടുണ്ട്. 30 ഡിഗ്രി എന്ന് പറയും തന്നിട്ടുണ്ട്. ഓക്കെ അല്ലേ? അപ്പോ ഇവിടെ നിന്നുണ്ടല്ല ഈ പറഞ്ഞ വിൻഡോയിൽ നിന്നുള്ള ആംഗിൾ ഓഫ് ഡിപ്രഷൻ, വിൻഡോയുടെ മേളിൽ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ, അതായത് നമ്മൾ എന്ത് ചെയ്യണം? ആംഗിൾ ഓഫ് ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ ഇത് ഒരു നോർമൽ ആണ് അല്ലെ? നോർമൽ അല്ലെ? ഈ നോർമൽ ലൈൻ ഓഫ് സൈറ്റും താഴോട്ട് നോക്കുന്ന ലൈൻ ഓഫ് സൈറ്റും തമ്മിലുള്ള ആംഗിൾ. അതായത് അപ്പോ ഇതെന്ന് പറഞ്ഞാൽ ഈ ആംഗിൾ എന്ന് പറഞ്ഞാൽ എത്ര ഡിഗ്രിയാ? അത് 30 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത് എത്രയായിരിക്കും? 30 ഡിഗ്രി ആയിരിക്കും. ഇനി ഈ പോയിന്റ് എന്താണെന്ന് പറഞ്ഞിരിക്കുന്നത്? പോയിന്റ് Pയിലേക്കുള്ള ആംഗിൾ ഓഫ് ഡിപ്രഷൻ ആണ് പറഞ്ഞിരിക്കുന്നത്. പോയിന്റ് Pയിലേക്കുള്ള ആംഗിൾ ഓഫ് ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ 30 ഡിഗ്രി എന്ന് പറഞ്ഞിട്ടുണ്ട്. അത്രയും വ്യക്തമല്ലേ? ദ ആംഗിൾ ഓഫ് ഡിപ്രഷൻ ഓഫ് എ പോയിന്റ് P ഓൺ ദ ഗ്രൗണ്ട് ഫ്രം ദ വിൻഡോ, ഈ പറഞ്ഞ വിൻഡോയിൽ നിന്നുള്ള ആംഗിൾ ഓഫ് ഡിപ്രഷൻ 30 ഡിഗ്രിയാണ്. ഇത് 30 ഡിഗ്രി ആണെങ്കിൽ എന്തായിരിക്കും? 30 ഡിഗ്രി. അടുത്തതാണ് നല്ലൊരു കാര്യം. ദ ആംഗിൾ ഓഫ് എലിവേഷൻ ഓഫ് ടോപ്പ് ഓഫ് ദ ബിൽഡിംഗ്. ഇതെന്ത് മാത്രമേ ഉള്ളൂ? വിൻഡോ ആണ്. ഇത്രയും എന്ന് പറഞ്ഞാൽ വിൻഡോ ആണ്. അപ്പൊ ഇതുവരെയുള്ളത് വിൻഡോ ആണ്. അപ്പൊ ബിൽഡിംഗ് എന്ന് പറയുമ്പോൾ ഇന്നും കാണുമല്ലോ മേലോട്ട്. അപ്പൊ ഇതുവരെ ബിൽഡിംഗ് ആണ്. അപ്പൊ ബിൽഡിംഗ്. അപ്പൊ എന്താ പറഞ്ഞിരിക്കുന്നത്? ഈ പോയിന്റിൽ നിന്ന് ആംഗിൾ ഓഫ് എലിവേഷൻ ഓഫ് ദ ടോപ്പ് ഓഫ് ദ ബിൽഡിംഗ് ഫ്രം ദ പോയിന്റ് P. ഈ P എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്ന് ഈ ബിൽഡിംഗിന്റെ ടോപ്പിലേക്കുള്ള ആംഗിൾ ഓഫ് എലിവേഷൻ എന്ന് പറഞ്ഞാൽ അത് എത്ര ഡിഗ്രി എന്നാ പറഞ്ഞിരിക്കുന്നത്? 60 ഡിഗ്രി എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇത്രയും, ഇത് മുതൽ ഇതുവരെ ഇത്രയും എന്ന് പറഞ്ഞാൽ എത്രയാണ്? അത് 60 ഡിഗ്രിയാണ്. 60 ഡിഗ്രി. ഇത്രയും എന്ന് പറഞ്ഞാൽ ഇതാണ് 60 ഡിഗ്രിയാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ ഫിഗർ. ഓക്കെ, ശരി. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ ഹൈറ്റ് ഓഫ് ദ ബിൽഡിംഗ്? ഇത് വിൻഡോ ആണ്. ഇത് മുതൽ ഇതുവരെ ബിൽഡിംഗ് ആണ്. ഇത് മുതൽ ഇതുവരെയുള്ള ഹൈറ്റ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ശരി. അപ്പോ ഈ ഒരു ഫിഗർ ജസ്റ്റ് നമ്മൾ ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ, ജസ്റ്റ് ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു ഫിഗർ നമ്മൾ എന്തൊക്കെ കണ്ടിട്ടുണ്ട് അല്ലെ? എവിടെയൊക്കെ കണ്ടതല്ലേ? ഒരാൾ ഇവിടെ നിന്ന് നോക്കുമ്പോഴുള്ള അല്ലെ ആംഗിൾ ഓഫ് എലിവേഷൻ, ഇവിടെ നോക്കുമ്പോഴുള്ള ആംഗിൾ ഓഫ് എലിവേഷൻ, ഈ ഒരു ഡിസ്റ്റൻസ് അല്ലെ? റിവറിന്റെ ബാങ്ക് എന്നൊക്കെ പറഞ്ഞു പറഞ്ഞ ക്വസ്റ്റ്യൻ ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റില്ല. റിവർ ബാങ്ക് എന്നൊക്കെ പറയും. ഇവിടെ നോക്കുമ്പോൾ ആംഗിൾ ഓഫ് എലിവേഷൻ, ഇവിടെ നോക്കുമ്പോൾ ആംഗിൾ ഓഫ് എലിവേഷൻ. ഇത് നദിയുടെ വീതിയാണ് അല്ലെ? ഇനി അങ്ങനെയാണെങ്കിൽ അതുമായിട്ടൊന്ന് കണക്ട് ചെയ്ത് നമുക്ക് പെട്ടെന്ന് ആൻസറിലോട്ട് എത്താൻ പറ്റുന്നു. അല്ലാതെ നമുക്ക് അല്ലാതെ എക്സ് എന്നൊക്കെ പറഞ്ഞ് എടുക്കേണ്ട കാര്യമില്ല. നമുക്ക് അതുമായിട്ട് നമ്മൾ ഇന്ന് പഠിച്ച ഈ പറയുന്ന പാർട്ടിൽ പഠിച്ച ആ ഒരു കാര്യമായിട്ട് നമുക്കൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. അപ്പോഴേ ഈ ഒരു ആംഗിൾ 30 ഡിഗ്രിയാണ് അല്ലെ? ഇത് 30 ഡിഗ്രി അല്ലേ? ഈ ഒരു ട്രയാംഗിൾ മാത്രം കൺസിഡർ ചെയ്ത, ഈ ഒരു സ്മോൾ ട്രയാംഗിൾ മാത്രം, ഇത് 30 ഡിഗ്രി, ഇത് 90 ഡിഗ്രി. അപ്പൊ സ്വാഭാവികമായിട്ടും ഇത് എത്ര ഡിഗ്രി ആയിരിക്കും? ഇത് 60 ഡിഗ്രി ആയിരിക്കും. ഓക്കെ അല്ലേ? വീണ്ടും ഇത് മൊത്തത്തിൽ 60 ഡിഗ്രി. ഈ വലിയ ട്രയാംഗിൾ കൺസിഡർ ചെയ്ത് ഇത്രയും 60 ഡിഗ്രി, ഇത്രയും 90 ഡിഗ്രി. അപ്പോഴിത് എത്രയായിരിക്കും? 30 ഡിഗ്രി ആയിരിക്കും. ഓക്കെ ആണ്. നമ്മൾ ഇന്ന് പഠിച്ചതാണ്. 30 ഡിഗ്രിയിൽ നിന്നോട്ട് നോക്കി, 60 ഡിഗ്രിയിൽ നിന്നോട്ട് നോക്കി. ഈ ഒരു വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ ഇവിടെ വരുന്നതിന്റെ പകുതിയായിരിക്കും ഈ ഒരു വിഡ്ത്ത്.
ഓർമ്മയുണ്ട? ഒന്ന് കണക്ട് ചെയ്യാൻ വേണം. വ്യക്തമായിട്ട് പഠിച്ചവർക്ക് അത് ഓർമ്മ കിട്ടും. അപ്പൊ ഇത് 30 ഡിഗ്രി, ഇത് 60 ഡിഗ്രി. ഈ ഒരു വിട്ട് നമുക്കറിയാം അല്ലെ? എത്ര തന്നിട്ടുണ്ട്? 10 തന്നിട്ടുണ്ട്. നമ്മൾ പഠിച്ചതെന്താണ്? ഇവിടെ വരുന്നതിന്റെ പകുതി ആയിരിക്കും ഇത്, ഇവിടെ വരുന്നതിന്റെ പകുതി ആയിരിക്കും ഇത്. അപ്പൊ ഒന്നും കൂടെ 30, 60 വരുന്നെങ്കിലേ നടക്കുള്ളൂ കേട്ടോ. ഇവിടെ 30 ഡിഗ്രി, ഇവിടെ 60 ഡിഗ്രി, ഇവിടെ വരുന്നതിന്റെ പകുതി ആയിരിക്കും ഇവിടെ, ഇവിടെ വരുന്നതിന്റെ പകുതി ആയിരിക്കും ഇതായിരിക്കും അല്ലെ? എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഇരട്ടി ആയിരിക്കും ഈ ഒരു വിട്ട്. അപ്പൊ ഇത്രയും 10 ആണെങ്കിൽ ഇത്രയും 20 ആയിരിക്കും. സിമ്പിൾ. നമുക്ക് ആവശ്യം ഈ ബിൽഡിങ്ങിന്റെ ഹൈറ്റ് അല്ലേ? ഇത്രയും 20, ഇത്രയും 10. 20 + 10 നമുക്ക് കിട്ടി 30. എങ്ങനെയുണ്ട്? അപ്പോ ഇതൊന്ന് നന്നായിട്ടൊന്ന് മനസ്സിലാക്കണേ. നമ്മൾ ഇന്ന് പഠിച്ച ടൈപ്പോട്ട് കണക്ട് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ കുറെ ഈ ആംഗിൾസിന്റെ കാര്യം നമ്മൾ കുറെ കണക്ട് ചെയ്ത് പറയില്ല. ആംഗിൾ ഓഫ് ഡിപ്രഷൻ എന്നൊക്കെ പറഞ്ഞു. അത് ഇവിടുത്തെ ആംഗിൾ കിട്ടി, ഇവിടുത്തെ ആംഗിൾ ഓഫ് എലിവേഷൻ കിട്ടി. ഇനി ഈ സ്മോൾ ട്രയാംഗിൾ മാത്രം എടുക്കുമ്പോൾ ഇത് 30 ഡിഗ്രി, ഇത് 90 ഡിഗ്രി. അപ്പൊ സ്വാഭാവികമായിട്ട് ഇത് 60 ഡിഗ്രി ആയിരിക്കും. ഈ ബിഗ് ട്രയാംഗിൾ നമ്മൾ എടുക്കുമ്പോൾ ഇത്രയും 60 ഡിഗ്രി, ഇത് 90 ഡിഗ്രി ആയിരിക്കും. അപ്പൊ സ്വാഭാവികമായിട്ട് ഇത് 30 ഡിഗ്രി. ഇനി നമ്മൾ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഇവിടെ 30 ഡിഗ്രി, ഇവിടെ 60 ഡിഗ്രി. ഇവിടെ പറഞ്ഞ വിട്ടിന്റെ പകുതി ആയിരിക്കും, ഇവിടെ പറഞ്ഞതിന്റെ പകുതി ആയിരിക്കും. ഇവിടെ അപ്പൊ 10 തന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഇരട്ടിയല്ലേ ഇത്? അപ്പൊ ഇതെന്തായിരിക്കും? 20 ആയിരിക്കും. 20 ആയിരിക്കും. ഈ 20 ഈ 10 കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടി ഹൈറ്റ് ഓഫ് ദ ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 30 മീറ്റർ ആണ്. 30 മീറ്റർ ആണ്. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പോ കുറച്ചധികം കാര്യങ്ങൾ പറഞ്ഞു പോയി. നമുക്ക് സത്യം പറയാൻ ഒന്നുമില്ല. ഇതൊന്ന് ഫിഗർ ഔട്ട് ചെയ്ത് നമുക്ക് പെട്ടെന്ന് നമുക്ക് ആൻസറിലോട്ട് എത്താൻ പറ്റും, അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് ആൻസറിലോട്ട് എത്താൻ പറ്റും. ഓക്കെ. അപ്പോ നമ്മുടെ പാർട്ട് 3, ട്രിഗണോമെട്രിയുടെ പാർട്ട് 3 ഇവിടെ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. അപ്പോ പാർട്ട് 2, പാർട്ട് 3 എന്ന് പറഞ്ഞാൽ അത്യാവശ്യം സിമിലർ ആയിട്ടുള്ള ടൈപ്പുകളാണ്. നമ്മളൊന്ന് ഫിഗർ ഔട്ട് ചെയ്യുന്നു, നമ്മൾ ഫിഗർ വരയ്ക്കുന്നു, നമ്മൾ ആൻസറിലോട്ട് എത്തുന്നു അല്ലേ? ഇനിയുള്ള പാർട്ടുകൾ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ക്രൂഷ്യൽ ആയിട്ടുള്ള പാർട്ടുകളാണ്. അത്യാവശ്യം കുറെ അധികം കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പോ തൊട്ടടുത്ത പാർട്ട്, അതായത് 4ാമത്തെ പാർട്ട് എന്ന് പറഞ്ഞാൽ അതിനകത്ത് കുറെ ബേസിക് കാര്യങ്ങൾ പറയും. അപ്പോ ചുരുക്കി പറഞ്ഞാൽ ഈ 1, 2, 3 പാർട്ടുകൾ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ അത്യാവശ്യം ഒരു 10th ലെവലിലൊക്കെ, നമ്മുടെ സ്കൂൾ ക്ലാസ്സുകളിലൊക്കെ ആണെങ്കിൽ നമ്മളൊരു 10th ലെവലിൽ പഠിച്ച കാര്യങ്ങളാണ് ഇത്രയും പാർട്ടുകളിൽ നമ്മൾ പഠിച്ചത്. 1, 2, 3 ഈ 3 പാർട്ടുകളിൽ നമ്മൾ പഠിച്ചത്. ഇനി 4th പാർട്ട് മുതൽ വേറൊരു തലത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ട്രിഗണോമെട്രിയായിട്ട് ബന്ധപ്പെട്ട്, ക്വാഡ്രന്റുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഒരു വലിയ ആംഗിൾ തന്നാൽ സൈൻ 720 ഡിഗ്രി, അങ്ങനെ വലിയ സൈനിന്റെയും കോസിന്റെയും ടാനിന്റെയും ഒക്കെ വലിയ ആംഗിൾസ് തന്നു കഴിഞ്ഞാൽ അതിന്റെ വാല്യൂ എത്രയായിരിക്കും? ഓരോ ക്വാഡ്രന്റിലും സൈന് പോസിറ്റീവ് ആയിരിക്കുമോ നെഗറ്റീവ് ആയിരിക്കുമോ, കൊസീക്ക് പോസിറ്റീവ് ആണോ കൊസീക്ക് നെഗറ്റീവ് ആണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറെ വിശദമായിട്ട് പഠിക്കുന്ന പാർട്ടാണ് പാർട്ട് 4 എന്ന് പറയുന്നത്. അത് നമ്മൾ സ്ട്രോങ് ആയിരിക്കും വേണം. കാരണം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റിനകത്തൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇതേപോലത്തെ വലിയ വാല്യൂസ് ഒക്കെ ചോദിക്കാറുണ്ട്. ഓക്കെ, വലിയ വാല്യൂസ് ഒക്കെ വരാറുണ്ട്. അപ്പോ സൈൻ 120 ഡിഗ്രി എത്ര എന്നൊക്കെ പറഞ്ഞു വരാറുണ്ട്. അപ്പൊ അവിടെ നമ്മൾ കൺഫ്യൂഷൻ അടിക്കരുത്. അവിടേക്ക് നമുക്ക് ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ആൻസറിലോട്ട് എത്താൻ പറ്റണം. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും 4ാമത്തെ പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകും. അപ്പോ 4ാമത്തെ പാർട്ട് കഴിഞ്ഞിട്ട് ഇനി 5ാമത്തെ പാർട്ടൊക്കെ നമ്മൾ പറയുമ്പോൾ വീണ്ടും കുറെ ബേസിക് കാര്യങ്ങൾ പറയും, കുറെ ബേസിക് ഫോർമുലകൾ പറയും. അതൊക്കെ നമ്മൾ സ്ട്രോങ് ആക്കണം. നമുക്ക് പതുക്കെ പഠിക്കാം. പതുക്കെ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ പറയുന്ന ഫോർമുലകളൊക്കെ നിങ്ങൾ നോട്ടായിട്ട് എഴുതണം, നന്നായിട്ട് പഠിക്കണം. പഠിച്ചാലേ നമ്മുടെ മനസ്സിൽ നിൽക്കുള്ളൂ. നന്നായിട്ട് പഠിച്ചെടുത്താലേ നമ്മുടെ മനസ്സിൽ നിൽക്കുള്ളൂ. വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ട് വരുമ്പോൾ നമ്മുടെ മനസ്സിൽ അതങ്ങ് പതിങ്ങി വരും. ഓക്കെ, ശരി. അപ്പോ 3ാമത്തെ പാർട്ട് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പൊ ഈ ഒരു പാർട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് മനസ്സിലായി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഉറപ്പായിട്ട് നിങ്ങൾ നോട്ട് എഴുതി തന്നെയാണ് പഠിച്ചു വന്നത്. ഈ ഒരു ക്ലാസ് ഇതുവരെയും നിങ്ങൾ പഠിച്ചത് ഉറപ്പായിട്ട് നിങ്ങൾ നോട്ട് എഴുതി തന്നെയാണ് വന്നതെന്നാണ് എന്റെ വിശ്വാസം. അപ്പോൾ ഇനിയുള്ള പാർട്ടുകൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു സെപ്പറേറ്റ് നോട്ട്ബുക്ക് കീപ്പ് ചെയ്യുക. നോട്ട് എഴുതി തന്നെ പഠിച്ചു പോവുക. ഓക്കെ അല്ലേ? അപ്പോൾ എപ്പോഴും പറയുന്ന കാര്യം തന്നെയാണ്, ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് തോന്നുന്നുവെങ്കിൽ എന്ത് ചെയ്യാം? സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് എന്നാണ് എന്റെ വിശ്വാസം. ഇനി മറ്റുള്ളവർക്ക് ഇത് പ്രയോജനപ്പെടും എന്ന് തോന്നുന്നെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? അവർക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവരുടെ അടുത്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് പറയുക. ഓക്കെ അല്ലേ? അപ്പോൾ ഇനിയും എന്റെ സപ്പോർട്ട് നിങ്ങൾക്കുണ്ടാവും, നിങ്ങളുടെ സപ്പോർട്ടും എനിക്കുണ്ടാവണം. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.